നമസ്കാരം ചെൽസി ഫാൻസ്. യെസ്, ഒരു ഡ്രോ. ഫാന്റാസ്റ്റിക് ഡിഫൻസീവ് പെർഫോമൻസ് ലാസ്റ്റ് 45 മിനിറ്റ്സിൽ ഫ്രം ചെൽസി. യാതൊരു രീതിയിൽ ലിവർപൂളിന് ഒരു സാധ്യത പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതായിരുന്നു. ബ്രില്യന്റ് ഡിഫെൻഡിങ് ഓവറോൾ. ഗ്രേറ്റ് സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് collectively as a team. Everybody, even അലോൺസോ പോലും നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ക്രിട്ടിസൈസ് ചെയ്ത അലോൺസോ പോലും വളരെ മനോഹരമായിട്ട് തന്നെ സെക്കൻഡ് ഹാഫിൽ തന്റെ പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇറ്റ് വാസ് ബ്രില്യന്റ് ഡിഫെൻഡിങ് സെക്കൻഡ് ഹാഫ്. അബ്സല്യൂട്ട്ലി നോ ഡൗട്ട്. ഹായ് ഗൈസ്. ലിവർപൂൾ 2-ൽ നിർത്താൻ ഒരു സാധ്യതയും ഇല്ല. അടിച്ച് വീട്ടിൽ അത് ജയിച്ചൊരു ഫീൽ. സത്യം, ആ ഫൈനൽ ബോൾ വന്നപ്പോഴ ഫൈനൽ വിസിൽ അടിച്ചപ്പോൾ നമ്മളൊരു ഇത് ഒരു കോൺഫിഡൻസ്, ഭയങ്കര അടിപൊളി ഒരു കോൺഫിഡൻസ്, ബ്രില്യന്റ് ഡിഫെൻഡിങ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൻഡ്രിയ ടൈലർ കളി കൊണ്ടേ കളിച്ചു. ലിവർപൂൾ നല്ലോണം കളിച്ചു കേട്ടോ. ഹാവ് ഗോട്ട് നത്തിങ് അഗൈൻസ്റ്റ് ലിവർപൂളിന്റെ ടീമിനെതിരെയോ ലിവർപൂൾ ഫാൻസിനെതിരെയോ അബ്സല്യൂട്ട്ലി നത്തിങ്. ലിവർപൂളിൽ മനോഹരമായിട്ട് കളിച്ചു. ദേ കേം ഇൻ അബ്സല്യൂട്ട്ലി ഡോമിനേറ്റിംഗ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഹൈ പ്രസ്, യാതൊരു സംശയമില്ല. പെനൽറ്റി ഡിസേർവ്ഡ് ആയിരുന്നു. അത് പെനൽറ്റി തന്നെയായിരുന്നു. അത് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി മച്ചാനെ ഇത് പെനൽറ്റി ആണെന്നുള്ളൊരു കേസിൽ. അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ആ ഡിഫെൻഡിങ് ഒന്നും പറഞ്ഞില്ല. നമ്മ വേറെ ലെവല്. ടോം നമസ്കാരം. വേറെ ലെവല് ഡിഫെൻഡിങ് അല്ലേ? ആദ്യം തന്നെ ആ പുതിയ ലൈറ്റ് ഓൺ ചെയ്യും. അയ്യോ മാത്രല്ല, ഞാൻ മറന്നു കേട്ടോ. ഇപ്പോഴാണ് ശരിയായത്. ഞാന് നമ്മുടെ എന്താ പറയാ ജോൺ ചാമ്പ്യൻ ഇന്ന് കമന്ററിയിൽ ഒരു വാചകം പറഞ്ഞിരുന്നു. ഇഫ് ഗ്രേറ്റ് ഡിഫെൻഡിങ് ഇസ് an art, we are witnessing it here. Absolutely. And I think if not for that rash decision from the referee, we would have won this game. കാരണം if we can keep Liverpool out with 10 men, I think we could have won the game with 11 men. I mean, അത് ആ കോൺട്രോവേഴ്സിയിലോട്ട് കളി കഴിഞ്ഞതിന് ശേഷം കയറണം എന്ന് താല്പര്യമില്ല. പക്ഷെ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, ചില റെഫറികൾ വന്നിട്ട് ഐ ആം ബിഗർ ദാൻ ദിസ് ഗെയിം എന്നുള്ള രീതിയിലത്തെ ഡിസിഷൻസ് എടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ബിക്കോസ് ഐ തിങ്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ ആർസണലായിട്ടുള്ള പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം ദി എൻറ്റയർ ഇംഗ്ലീഷ് ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്ന ഒരു മൊമെന്റ് ആയിരുന്നു വെർജിൽ വാൻ ഡൈക്ക് വേഴ്സസ് റൊമെലു ലുക്കാക്കു, ചെൽസി വേഴ്സസ് ലിവർപൂൾ, ഒരു ടൈറ്റിൽ കണ്ടന്റേഴ്സ് തമ്മിലുള്ള ഒരു ഹെവി വെയിറ്റ് ക്ലാഷ് കാണാനായിട്ടുള്ള ആ ഒരു ആഗ്രഹത്തിലായിരുന്നു എല്ലാവരും ഇരിക്കുന്നത്. അതിനെ അങ്ങ് റൂയിൻ ചെയ്ത് കളയുന്ന രീതിയിലത്തെ ഒരു ഡിസിഷൻ, അത് ഇറ്റ് വാസ് അൺവാറന്റഡ് ഫോർ. ഇപ്പോൾ ബൈ ദ ബുക്സ് നോക്കുകയാണെങ്കിൽ യെസ്, ജെയിംസിന്റെ കയ്യിൽ അത് തട്ടിയത് കൊണ്ട് ഗോള് കയറിയില്ല, ഒരു ഗോൾ സേവ് പോലെ ആയി കൺസിഡർ ചെയ്തു. മക്കളെ 20 മില്യൺ ഒക്കെ സ്പെൻഡ് ചെയ്താൽ പോലെ മാത്രം പോരാ, ആൻഫീൽഡ് വന്ന് മുട്ടാൻ ഒരു മിനിമം. ഒരു കാര്യം പറയും, ആൻഫീൽഡില് 11 പേര് വെച്ച് നമുക്കെതിരെ ഗോൾ അടിക്കാൻ ഒരു കഴിവ് വേണം. 10 പേര് വെച്ച് 45 മിനിറ്റ് ആണ് ലിവർപൂളിനെതിരെ നമ്മൾ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. വാട്ട് എ പെർഫോമൻസ്. ശരിക്കും പറഞ്ഞാൽ ലിവർപൂൾ ലോസ്റ്റ് 2 പോയിന്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അരവിന്ദ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. എന്ത് പറഞ്ഞു അരവിന്ദ്? ലിവർപൂൾ ലോസ്റ്റ് 2 പോയിന്റ്സ്, ചെൽസി ഗെയിൻ 2. ഞാൻ അധികം നേരം ഉണ്ടാവില്ല, ഞാൻ വൈഫിനെ കൂട്ടാൻ പോവാണ്. എന്നാലും ഇത് പറഞ്ഞു പോണെന്ന് ഇതായിരുന്നു. ആന്റണി ടൈലർ ഒരു ഡിസിഷൻ പോട്ടെ, റെഡ് കാർഡിന്റെ ബാക്കി ഇയാൾ എന്താ ചെയ്യുന്നത്? ഇയാൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ്സ് എ ഡിസ്ഗ്രേസ് ഫോർ ടോട്ടൽ റെഫറിങ് ത്രൂ ഔട്ട് ദ വേൾഡ്. ഇങ്ങനത്തെ ഒരു റെഫറിനെ ഒരു ടീമിനെ ടാർഗറ്റ് ചെയ്തിട്ട് എത്ര പ്രാവശ്യമായി നമ്മളിത് കാണുന്നു. ബച്ച്വായിന്റെ സെന്റർ പോർഷനിൽ പോയി ചവിട്ടുക, പിന്നെ ഈ കോവാസിന്റെ കാലിൽ ചവിട്ടിയിട്ട് അവന് റെഡ് കാർഡ് കൊടുക്കുക. ഇതൊക്കെ ഒരു മര്യാദ ഇല്ലേ, ഒരു ലിമിറ്റ് ഇല്ലേ ഇതിനെല്ലാം? ഹോണസ്റ്റ്ലി എന്ന് വെച്ചാൽ ചെൽസി ആസ് എ ക്ലബ് ഷുഡ് ബി റിപ്പോർട്ടിംഗ് ദിസ്. കാരണം മൾട്ടിപ്പിൾ ഇൻഫ്രാക്ഷൻ എഗെയിൻസ്റ്റ് സെയിം ടീം എന്ന് വരുമ്പം ഒബ്വിയസ്ലി അയാള് ഏത് രീതിക്കാണ് അയാൾ കോംപ്രമൈസ് നമുക്കറിയില്ല. ഇത് ചെൽസിക്കെതിരെ ടാർഗറ്റഡ് ആയിട്ട് വരുന്ന ഒരിതാണോ എന്താണോ അറിയില്ല. എന്തായാലും ഇതിനെതിരെ റിപ്പോർട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കണം. പ്ലേയേഴ്സ് റിയാക്ട് ചെയ്യുന്ന കണ്ടില്ലേ? ഇതൊക്കെ എന്താ പറയാ, അങ്ങനത്തെ അവസ്ഥയിലാണ് പ്ലേയേഴ്സ് റിയാക്ട് ചെയ്യുന്നത്. ആ UCL സെമി ഫൈനലിന്റെ ഓർമ്മയില്ലേ ബാർസയിലെ? എക്സാക്ട്ലി സെയിം മെന്റാലിറ്റി ആയിരുന്നു ഇന്ന് ചെൽസി പ്ലേയേഴ്സിന്റെ. എനിവേ, ഡിഫൻസ് രക്ഷയില്ല. ഈ കളി കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂളായിട്ട് കപ്പടിക്കാം. എത്രയും ബെസ്റ്റ് ആയിട്ട് ഡിഫെൻഡ് ചെയ്ത് ലിവർപൂൾ അറ്റാക്കിനെ നള്ളിഫൈ ചെയ്തു. അവരെന്ത് ചാൻസസ് ആണ് ക്രിയേറ്റ് ചെയ്തത്? 1-2 ലോങ് ബോളിൽ കിട്ടിയെന്നല്ലാതെ
അവരുടെ ഏറ്റവും നല്ല ചാൻസ് ആയിരുന്നു ആ ഗോൾ അടിച്ചത് തന്നെ, ലൈക്ക് ആ ഒരു പെനൽറ്റി ഇൻസിഡന്റിലേക്ക് ലീഡ് ചെയ്തത്. അതല്ലാതെ ആൻഡ് ഈ പറഞ്ഞ പോലെ ഐ ഡോണ്ട് വാണ്ട് ടു ഡൗൺ പ്ലേ വാട്ട് ലിവർപൂൾ ഡിഡ്. ഐ ജസ്റ്റ് വാണ്ട് ടു പ്രൈസ് വാട്ട് ചെൽസി ഡിഡ്. ചെൽസി ഇന്ന് ചെയ്തതാണ് മാസ്. അല്ലാതെ ലിവർപൂളിന് ചാൻസ് കിട്ടിയില്ല എന്ന് പറയുന്നത് നമ്മൾ ചാൻസ് അവർക്ക് കൊടുക്കാതിരുന്നതാണ്. എനിക്ക് ഈ ഐ തിങ്ക് ഈ ജെയിംസിന്റെ റെഡ് കാർഡിനെതിരെ നമ്മൾ അപ്പീലിന് പോയി കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് കുഡ് ഗെറ്റ് ടേൺഡ്. കാരണം ഈവൻ മാച്ചിന്റെ ഇടയിലും നമ്മളുടെ പ്രീ മാച്ചിൽ വന്നിരുന്ന ലിവർപൂൾ ഫാൻസിന്റെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറയണത് ഓക്കെ പെനൽറ്റി ബട്ട് നോട്ട് എ റെഡ് കാർഡ്. ഗോയിങ് ബൈ ദ ബുക്ക് പെനൽറ്റി. പക്ഷെ ഈവൻ കമന്റേറ്റേഴ്സ് വരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു മറ്റേ അത് ഓക്കെ എന്ത് ബേസിലാണ് റെഡ് കാർഡ് കൊടുത്തിട്ടുള്ളത്. വേറെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഫറി അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങേ അറ്റം വരെ ഓടി വന്ന് സ്ക്രീനിൽ നോക്കിയത് ഒരു ഫോട്ടോയാണ്. ഹി ലുക്ക്ഡ് അറ്റ് സ്ക്രീൻഷോട്ട് ഇൻ ദ ഫ്രീസ് ഫ്രെയിം ഇൻസ്റ്റെഡ് ഓഫ് എ വീഡിയോ. നമ്മൾ ഈ മറ്റേ ട്വിറ്ററിലെ അനലിസ്റ്റുകളൊക്കെ ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ട് ഒരു 10 ഇതാര് അജിത്തോ പെട്ടെന്ന് മനസ്സിലായില്ലേ അല്ലേ? എന്താണ് അപ്പൊ ഇതൊരു പെട്ടെന്ന് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വന്നിട്ട് പറയാണ് ഇതാണെന്നുള്ളൊരു which is crazy സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആക്ച്വലി ടൈലർ ഷുഡ് ഹാവ് ചെക്ക് ദ ടെലിവിഷൻ ആൻഡ് ഒരു സാധാരണ നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അതൊരു അറ്റ്ലീസ്റ്റ് ഒരു 30 സെക്കൻഡെങ്കിലും കണ്ടിട്ടാണല്ലോ ചെയ്യുക. ഹി ഓൾറെഡി ഹേർഡ് ഫ്രം ദ VAR സിറ്റിംഗ് ഇൻ. പുള്ളി പറഞ്ഞു അത് റെഡ് കാർഡ് മീൻസ് പുള്ളി പറഞ്ഞത് പെനാൽറ്റി ആണ് പറഞ്ഞു. ആ ഫ്രീസ് ഫ്രെയിം കണ്ടിട്ട് കൈ കൊണ്ട ഇമേജ് കണ്ടിട്ട് റെഡാന്ന് പറഞ്ഞ് അപ്പൊ തന്നെ റെഡ് കൊടുത്തു. ഹി ഡിഡ്ന്റ് ബോദർ ടു ചെക്ക് ദ അതർ വീഡിയോ. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് വെരി ഡിസപ്പോയിന്റിങ്. ഒരു പ്രീമെഡിറ്റേറ്റഡ് ഡിസിഷൻ പോലെയാ തോന്നി. അജിത് ടൈലർ ജസ്റ്റ് നീഡ് എ ചാൻസ് ടു ഗീവ് എ റെഡ് കാർഡ്, അത്രേ ഉള്ളൂ. കഴിഞ്ഞ കളിയിൽ കോവാസിച്ചിന് ഇങ്ങോട്ട് ചവിട്ടിയിട്ട് ഇങ്ങോട്ട് കാലില് വന്ന് അവന്റെ കാലിന്റെ മുകളിൽ ചവിട്ടിയിട്ട് കോവാസിച്ചിന് റെഡ്. ഇന്ന് ഫെബീനോ എത്ര ഫൗളാ ചെയ്ത, എത്ര പ്ലേയേഴ്സിനെ എത്ര പ്രാവശ്യം ഫൗൾ ചെയ്തു. ഒരു യെല്ലോ കാർഡ് പോയിട്ട് ഒന്നും മൈൻഡ് പോലും ചെയ്തിട്ടില്ല പുള്ളി. എനിവേ നമുക്ക് ഐ തിങ്ക് ഇൻസ്റ്റെഡ് ഓഫ് ബാഷിംഗ് ദ റെഫറി ലെറ്റ്സ് കോൺസെൻട്രേറ്റ് ഓൺ ദ പോസിറ്റീവ്സ്. ഇന്നത്തെ കളിയിൽ എക്സാക്ട്ലി ഇത് കഴിഞ്ഞപ്പോൾ ഫൈനൽ വിസിൽ കഴിഞ്ഞപ്പോഴത്തേക്കും ചെൽസിയിലെ എല്ലാ പ്ലേയേഴ്സും കൂടി ഒരുമിച്ച് വന്ന് ഒരു ഹഡിൽ ഫോം ചെയ്ത് ആ ഒരു പാഷൻ കാണാൻ നല്ലൊരു ഇതായിരുന്നു. എക്സാക്ട്ലി ഞാൻ എൻ്റെ പ്രീ മാച്ചിൽ പറയുന്ന പോലെ ഈ ടീം ഒരു ടീമാണ്, ലൈക്ക് ഒരു ചാമ്പ്യൻഷിപ്പ് വിന്നിങ് മെന്റാലിറ്റി ഉള്ള ഒരു ടീമാണ്. എല്ലാ കളിയും ജയിക്കണം അല്ലെങ്കിൽ തോക്കാതിരിക്കണം, ആ ഒരു നല്ലൊരു ഇന്റന്റോടെ കളിക്കുന്ന ടീമാണെന്ന് ഇന്നും ഫീൽ ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എന്തെങ്കിലും പോസിറ്റീവ്സ് വേറെ കാണാൻ പറ്റിയെങ്കിൽ പ്ലീസ് അവതരിപ്പിക്കൂ. എന്തായിരുന്നു പോസിറ്റീവ്സ്? പോസിറ്റീവ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു നെഗറ്റീവ് നമുക്ക് ആക്ച്വലി വി കുഡ് ഹാവ് കിൽഡ് ദ ഗെയിം. കാരണം 1-2 ചാൻസസ് ലുക്കാക്കും ഹവേർട്സും ഒന്ന് ഒരു പ്രോപ്പർ സിങ്ക് ആവാത്ത മാതിരി ഒരു തോന്നി. കാരണം 1-2 ചാൻസസ് നല്ല രീതിക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ മിസ് ചെയ്തു. അത് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു 2-0 ലീഡ് തന്നെ ആദ്യം കിട്ടിയേനെ. എന്നാ പിന്നെ ഈ ഒരു എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു. പിന്നെ 1-1 ആയി കഴിഞ്ഞപ്പം പിന്നെ നമ്മളടുത്ത് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, ഡിഫെൻഡിങ് തന്നെ. അതും റൂഡിഗറും ആരെയും എടുത്ത് പറയാനില്ല, എല്ലാരും അടിപൊളി, വേറെ ലെവൽ തന്നെ. ആ ഒരു മെന്റാലിറ്റി കാണിച്ച് ക്രിസ്ത്യൻസനൊക്കെ എത്ര ചാൻസസ്, സിൽവ, ഒരാളും രക്ഷയില്ല. ഒരു പ്രത്യേകിച്ച് എടുത്ത് പറയാൻ എല്ലാരും ആ ടോപ്പ് ലെവൽ തന്നെയാണ് പെർഫോം ചെയ്തത്. ഈവൻ ലുക്കാക്കുവിന്റെ അടുത്തുനിന്ന് വരെ ആ കിട്ടുന്ന ചാൻസസിൽ അവൻ മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വേറെ ഇംപ്രസീവ് ഡിഫൻസീവ് പെർഫോമൻസ് കേട്ടോ ലുക്കാക്കു ആൻഡ് മറ്റേ ഡിഫൻഡർ. എനിക്ക് എപ്പോഴും ഗോമസും മാറ്റപ്പം നമ്മുടെ പേര് തെറ്റിപ്പോകും. ഇംപ്രസീവ് ഡിഫൻസീവ് പെർഫോമൻസ് രണ്ടുപേരും. അഫ്കോഴ്സ് സെക്കൻഡ് ഹാഫിൽ ശരിക്കും പറഞ്ഞത് വിലയിരുത്താൻ പറ്റിയില്ലെങ്കിലും രണ്ടുപേരും മനോഹരമായിട്ട് നല്ലോണം ഒരു ഡിഫൻസീവ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ലിവർപൂളിന്റെ അറ്റാക്ക് വെൽ കോർഡിനേറ്റഡ് ആയിരുന്നു, യാതൊരു സംശയമില്ല. ഒരുപാട് ത്രൂ ബോളും ക്രോസ്. ഈ കളിയിൽ എനിക്ക് ആഡ് ചെയ്യാനുള്ളത് അലോൺസോയുടെ പെർഫോമൻസ് ആണ്. ആക്ച്വലി ആ ഗോളിലേക്ക് ലീഡ് ചെയ്ത മൊമെന്റ് ഒരു മിസ്റ്റേക്ക് വരുത്തിയായിരുന്നു, ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് ആയിരുന്നു. ആക്ച്വലി മെൻഡി ബോള് കറക്റ്റ് അത് കണക്ട് ചെയ്തിട്ട് അത് അവിടെ അവസാനിപ്പിച്ച് പുള്ളി ഗോൾ കിക്ക് ചെയ്യേണ്ട ബോളായിരുന്നു അത്. പക്ഷെ ഒരിക്കലും കോർണർ ആവേണ്ട ഒരു സാധനം ആയിരുന്നില്ല. ബട്ട്
ഹൈൻസൈറ്റിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെ, പക്ഷെ ഓവറോൾ ഐ തിങ്ക് അലോൺസോ മാനേജ്ഡ് വെരി ഗുഡ് ഗെയിം. സാലേന്നൊക്കെ ബോള് ചെസ്റ്റില് സ്റ്റീൽ ചെയ്തോട് പോയൊരു പോക്ക് കണ്ടപ്പോ തന്നെ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ഇതായിരുന്നു. ആ മാത്രമല്ല ഈവൻ കൗണ്ടർ അറ്റാക്കിങ്ങിന് നോക്കുമ്പോൾ അലോൺസോയ്ക്ക് ബോൾ കിട്ടിയപ്പോൾ ഹി വാസ് ഓൾവേസ് ലുക്കിംഗ് ഫോർവേഡ് ആൻഡ് ഗിവിംഗ് ദോസ് ക്രോസസ്. ഹി വാസ് ഓൺലി വൺ ഹു വാസ് ആ കൗണ്ടർ അറ്റാക്കിൽ എന്തെങ്കിലും ചെയ്യാൻ നോക്കണ്ടായിരുന്നു അതർ ദാൻ ലുക്കാക്കു. ആൻഡ് ലുക്കാക്കു ഓൾസോ ഹാഡ് എ ബ്രില്യൻ ഗെയിം. ലാസ്റ്റില് കോവസിച്ചിന് കൊടുത്ത ഒരു ത്രൂ ബോള് ദാറ്റ് കുഡ് ഹാവ് ബീൻ. അതെ അതെ, പക്ഷെ കോവസിച്ചിന് കിട്ടിയ കാരണം നമുക്ക് ഗോൾ ആവില്ല എന്നൊരു ഏകദേശം അറിയായിരുന്നു. ബട്ട് ഹി ട്രൈഡ്. അതെ, ഐ മീൻ ലിവർപൂൾ ഫാൻസ് ഒക്കെ ലുക്കാക്കുവിനെ BBD പോക്കറ്റിലാക്കി എന്നുള്ളത് ഐ ഡോണ്ട് തിങ്ക് സോ. BBDയും ലുക്കാക്കും കട്ടയ്ക്ക് നല്ല കോമ്പറ്റീഷൻ തന്നെയായിരുന്നു, യാതൊരു സംശയമില്ല. അൺഫോർച്ചുനേറ്റ്ലി സെക്കൻഡ് ഹാഫിൽ ലുക്കാക്കു കംപ്ലീറ്റ്ലി ഒറ്റയ്ക്ക് തന്നെയായിരുന്നു, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ കൂടെ ഒരു ഫ്രണ്ടിൽ ഒരു ടാർഗറ്റിനെ കുറിച്ചുള്ളത്. പക്ഷെ നമുക്ക് അതല്ല സംസാരിക്കണം, നമുക്ക് ആദ്യ പകുതിയെ കുറിച്ച് സംസാരിക്കാം. ഫസ്റ്റ് ഹാഫ് ഒരു അടിപൊളി ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു ആര്, നമ്മുടെ ഹെൻഡർസൺ, ലിവർപൂളിന് വേണ്ടി. ആൻഡ് ഹെൻഡർസൺ അത് ഫിനിഷ് ചെയ്യാൻ നോക്കുന്നു, ഫിനിഷ് ചെയ്യുന്നില്ല, ഔട്ടായി പോകുന്നു. സെക്കൻഡ് ആ കായ് ഹാവേർട്സിന്റെ ഗോൾ, അത് നമുക്ക് ദാറ്റ് വാസ് ബ്രില്യന്റ് അല്ലേ. അത് കായ് ഹാവേർട്സിനെ ഡിഫൈൻ ചെയ്യുന്ന രീതിയിലത്തെ ഗോളാണ്. ലൈക്ക് അതെങ്ങനെയാണ് അകത്ത് കയറിയെന്ന് അവന് മാത്രമേ അറിയുള്ളൂ. ലൈക്ക് പ്രസിഷൻ, ആക്യുറസി, ആ ടച്ച് കുറയുകയും ചെയ്യരുത്, കൂടിയും പോരുത്, ആ രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് ആലിസണിനെ പോലത്തെ ഒരു വേൾഡ് ക്ലാസ് കീപ്പറിനെ അങ്ങനെ ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് എ പ്ലെയർ ഓഫ് ഹ്യൂജ് ക്വാളിറ്റി. എല്ലാവരും പറയുന്ന പോലെ തന്നെ ദിസ് ബോയ് ഇസ് റിയലി റിയലി സ്പെഷ്യൽ. ആൻഡ് പറയുന്ന ചെറിയ ചെറിയ ബിറ്റ്സ് ആൻഡ് പീസസ് നമ്മൾ ഇനിയും കണ്ടു തുടങ്ങും. കൺസിസ്റ്റന്റ്ലി ഇത് പെർഫോമൻസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഹാവേർട്സ് ഇസ് ഗോയിങ് ടു ബി എ ചെൽസി ലെജൻഡ് ഫോർ ഷുവർ. ഹാവേർട്സിന്റെ ഈ ഗോള് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പുലിസിക്കിന്റെ ഹെഡറാണ് ബേൺലിക്കെതിരെ ഒരു പെർഫെക്റ്റ് ഹാഡർ അടിച്ചത്. അതും ബാക്ക് ഓഫ് ദി ഹെഡ് വെച്ചിട്ടായിരുന്നു. അതും കമന്റേറ്റർ ചോദിക്കണ്ടായിരുന്നു വെദർ ഹി മെന്റ് ഇറ്റ്. ഹി ഡെഫിനറ്റ്ലി മെന്റ് ഇറ്റ്. ഹി ന്യൂ ദാറ്റ് അങ്ങനെ ഒരു പൊസിഷനിൽ ഹെഡ് ചെയ്താൽ ഡെഫിനറ്റ്ലി ലൂപ്പിൻ എന്ന് പുള്ളിക്ക് അറിയായിരുന്നു. ആൻഡ് കൈ ഹാവേർട്സ് ഷോയിങ് ദ മെന്റാലിറ്റി ആൻഡ് ഹി ഷോയിങ് ദ ഗ്രിറ്റ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ബിക്കോസ് ഓഫ് റെഡ് കാർഡ് സെക്കൻഡ് ഹാഫിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ഹി വാസ് ടേക്കൺ ഓഫ്. അതർവൈസ് ആൻഡ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതും കൈ ഹാവേർട്സ് ആൻഡ് ലുക്കാക്കു സ്റ്റിൽ ഹാവ് ടു ഫോം എ പാർട്ട്ണർഷിപ്പ്. കാരണം ലുക്കാക്കും ഒരു നല്ല ബോൾ കൊടുക്കേണ്ടതായിരുന്നു കൈ ഹാവേർട്സിന്. ഹി മിസ് ദാറ്റ്. കൈ ഹാവേർട്സ് ഓൾസോ ഡിഡ്ന്റ് ഗിവ് എ ഗുഡ് റിവേഴ്സ് ബോൾ. സോ വി ആർ സ്റ്റിൽ യെറ്റ് ടു സീ എ പ്രോപ്പർ സിങ്ക് ഫ്രം ദ ഫ്രണ്ട് ത്രീ. അബ്സല്യൂട്ട്ലി. അതെനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ചെൽസി വാസ് ഡോമിനന്റ്. പക്ഷെ എനിക്ക് വീണ്ടും കംപ്ലൈന്റ് പറയാനുള്ളത്, നമ്മൾ വിലയറിയാലിനെതിരെയും കഴിഞ്ഞ കളി ആർസണലിനെതിരെയും ഈ ആദ്യ പകുതി തീരാറാവുമ്പോൾ എതിർ ടീമിന് നമ്മൾ ഡോമിനേഷൻ കൊടുക്കുന്നു. ലിവർപൂൾ നമ്മൾ ആ പെനൽറ്റി വരാൻ തന്നെ ലിവർപൂൾ ഡോമിനേറ്റ് ചെയ്യുന്നു, ബോൾ പ്രോഗ്രസ് ചെയ്യുന്നു. ദേ ലുക്ക് മോർ ലൈക്ക് ആൻ അറ്റാക്കിംഗ് ത്രെറ്റ്. ആ സമയത്ത് ചെൽസി ഒരു അറ്റാക്കിംഗ് ത്രെറ്റ് ആയിട്ട് തോന്നിയില്ല. ഡോമിനൻ എന്ത് പറയാനുള്ളത്? മേ ബി അല്ല, ഐ ഡോണ്ട് തിങ്ക് ഹാഫ് ടൈം, ഐ മീൻ ഫസ്റ്റ് ഹാഫിന്റെ പകുതി തൊട്ടൊന്നും വരുന്നില്ല. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ ബാലൻസ്ഡ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മുടെ ചെൽസി അറ്റാക്ക് ചെയ്യുന്നുണ്ടായി, ലിവർപൂൾ അറ്റാക്ക് ചെയ്യുന്നുണ്ടായി. ഇഫ് യു ആസ്ക് മീ ഹു വാസ് ദ ബെറ്റർ ടീം, ഐ വുഡ് സേ ലിവർപൂൾ. കാരണം മൊമെന്റം ലിവർപൂളിന്റെ കയ്യിലായിരുന്നു. നമ്മൾ ഗോൾ അടിച്ചതും മേ ബി ഇറ്റ് വാസ് അഗൈൻസ്റ്റ് പ്ലേ എന്നും വേണമെങ്കിൽ പറയാം. പക്ഷെ ദെൻ അഗൈൻ ഇറ്റ് വാസ് എ ബാലൻസ്ഡ് ഫസ്റ്റ് ഹാഫ്. വി ഡിഡ് നോട്ട് റിയലി നമ്മളവരെ ഗെയിമിലേക്ക് അലോ ചെയ്തു എന്ന് പറഞ്ഞില്ലേ. ഇറ്റ് വാസ് ജസ്റ്റ് ആൻ അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ്. ആദ്യം ഞങ്ങൾ പറയണത് കേൾക്കുക. സെക്കൻഡ് ഹാഫ് ഡോമിനേറ്റ് ചെയ്തു എന്ന് ആരും പറഞ്ഞില്ല. ഫസ്റ്റ് ഹാഫിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂ. ഫസ്റ്റ് ഹാഫ് ഈ പറഞ്ഞ പോലെ നൈദർ ടീം ഡോമിനേറ്റഡ്. രണ്ടുപേരുടെയും ലൈക്ക് പ്രീമിയർ ലീഗ് കണ്ടന്റേഴ്സ് ആയ രണ്ട് അമേസിംഗ് ടീംസിന്റെ വെരി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗെയിമായിരുന്നു. നമ്മൾ ഈ കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഹൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗെയിം അതേപോലെ തന്നെ സ്ക്രിപ്റ്റഡ് ആയിട്ട് കാണാൻ പറ്റി. ദ ക്രൗഡ് വാസ് ഇൻ ടു ഇറ്റ്. കമന്റേറ്റേഴ്സ് വെർ മേക്കിംഗ് ഇറ്റ് എ റിയലി എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് വാച്ച്. അൺലെസ് ആന്റണി ടൈലർ ഡിസൈഡഡ് ടു മതി, ഇത്ര എൻജോയ് ചെയ്താൽ മതി നിങ്ങൾ, ഇനിയിപ്പോ ഇത്ര മതി എന്നുള്ള രീതിയിൽ. അപ്പൊ അതുവരെ ഫുൾ ബാലൻസ്ഡ് ആയിരുന്നു, എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിരുന്നു. അബ്സല്യൂട്ട്ലി. ആൻഡ് അഗൈൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ റെഡ് കാർഡിന് തൊട്ട് മുമ്പ് വരുന്നതിന് മുമ്പ് അലോൺസോ എന്താണ് കാണിച്ചത് അജിത്ത് അവിടെ? അലോൺസോ പാനിക് ആയി പോയതാണ്, വേറെ ഒന്നുമല്ല. ഹീസ് കാരണം കുറച്ച്
ചെൽസിക്ക് വേണ്ടി ഇപ്പൊ കളിച്ചിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നു. ലൈക്ക് ചെൽവയിലായിരുന്നു ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ലാസ്റ്റ് സീസൺ ഫുള്ള് കളിച്ചത്. സോ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവും നമുക്ക് അറിയായിരുന്നു. ആൻഡ് ഇൻ ദോസ് സിറ്റുവേഷൻസ് ചിൽവെൽ ഇസ് മോർ കമ്പോസ്റ്റ്. നമ്മൾ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലും കണ്ടതാണ്. ഹി വാസ് ഏബിൾ ടു മേക്ക് ദോസ് ടാക്കിൾസ് ആൻഡ് ദാറ്റ് ഇസ് സംതിങ് വിച്ച് അലോൺസോ അവയർനെസിന്റെ ഒരു ചെറിയ പ്രശ്നമായിരുന്നു. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് റീസ് ജെയിംസ് ഒന്നും ചെയ്യാൻ നോക്കിയില്ല. ആ വന്ന ഷോട്ട് തടയാൻ നോക്കി, അത് മുട്ടുമ ഇടിച്ചിട്ടാണ് കൈമിടിച്ചത്. പക്ഷെ ഇൻ മൈ ബുക്ക് ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി നോട്ട് എ റെഡ് കാർഡ്. കാരണം അത് ഡെലിബറേറ്റ് ഹാൻഡ് ബോൾ അല്ല. ഇഫ് ഇറ്റ് ഇസ് എ ഡെലിബറേറ്റ് ഹാൻഡ് ബോൾ ഉള്ളി റെഡ് കാർഡ് കൊടുക്കണ്ടുള്ളൂ. പെനാൽറ്റി കൊടുക്കുന്നതിൽ ഓക്കെയാണ്, പക്ഷേ ഇറ്റ്സ് എ ഡബിൾ ജെപ്പേർഡി. റെഡ് കാർഡും കൊടുത്തു, പെനാൽറ്റിയും തന്നു. that was the game for us. I thought that we would have gone on to lose. നമുക്ക് ഭയങ്കര റെസിലിയൻസും ഭയങ്കര പാഷനും ഗ്രിറ്റും ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ആൻഡ് വി പ്ലേഡ് ട്രെമെൻഡസ്ലി വെൽ. ആൻഡ് ശരിക്കും പറഞ്ഞ അവസാനം ലിവർപൂളിന്റെ ആ ഒരു ഡോമിനേഷൻ, പിന്നെ സെക്കൻഡ് ഹാഫ് വേവ് ആഫ്റ്റർ വേവ് ഓഫ് അറ്റാക്ക് ഫ്രം ലിവർപൂൾ, ലെഫ്റ്റ് റൈറ്റ് സെന്റർ. ആൻഡ് ശരിക്കും പറഞ്ഞാൽ അലോൺസോ ആ കാണിച്ച ഒരു മണ്ടത്തരത്തിന് കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ബ്രില്യൻ പെർഫോമൻസ്. പക്ഷേ എഡ്വാർഡ് മെൻഡി, ടോം എഡ്വാർഡ് മെൻഡി ഈ പറഞ്ഞ പോലെ ലിവർപൂൾ ആക്ച്വലി നമുക്ക് ക്ലിയർ കട്ട് ചാൻസസ് ഉണ്ടാക്കിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ. മേ ബി 1 or 2. അല്ലാതെ എല്ലാം ലിവർപൂള് ഒരുമാതിരി പേഷ്യൻസ് ഇല്ലാതായിട്ട് പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യാൻ നോക്കുന്ന സീൻസ് ആയിരുന്നു. ആൻഡ് ദോസ് വെർ റിയലി ഗുഡ് ഷോട്ട്സ്. ഫാബിനിയോടെ ഒരെണ്ണം, അത് ഐ തോട്ട് ഐ വാസ് ഇൻ. അത് ആ സേവ് ഭയങ്കരമായിരുന്നു. ആൻഡ് മെൻഡി നമുക്ക് അറിയാം മെൻഡിക്കുള്ള വീക്ക്നെസ്സസ് എന്താണെന്ന് അറിയാം, മെൻഡിയുടെ സ്ട്രെങ്ത്സ് എന്താണെന്ന് നമുക്കറിയാം. അത് രണ്ടും ഇന്ന് കാണാൻ പറ്റി. വീക്ക്നെസ്സസ് ഡെഫിനറ്റ്ലി പെനൽറ്റി ആയി. ഞാൻ ഇതുവരെ മെൻഡി പെനൽറ്റീസ് കറക്റ്റ് സൈഡിലോട്ട് ചാടണ പോലും ഇതുവരെ കണ്ടിട്ടില്ല. പെനൽറ്റീസിൽ അബ്സല്യൂട്ട്ലി വേസ്റ്റ് ആണ്. പക്ഷെ ഓവറോൾ ഗോൾ കീപ്പിംഗ്, ഈ പറഞ്ഞ പോലെ സേവ് ചെയ്യുന്ന ആക്യുറസിയും കാര്യങ്ങളെല്ലാം ബെസ്റ്റ്. പിന്നെ വേറൊരു നെഗറ്റീവും കൂടി പറയാനായിട്ടാണെങ്കിൽ ആളുടെ ഡിസ്ട്രിബ്യൂഷൻ ഇന്ന് ഇച്ചിരി മോശമായിരുന്നു. 1-2 പ്രാവശ്യം ഗോൾ കിക്സ് എടുത്തപ്പോൾ താഴെ വീണ് നേരെ ലിവർപൂളിന്റെ കാലിലേക്ക് കൊടുക്കുന്നൊക്കെ ഉണ്ടായി. ഈവൻ ലുക്കാക്കുവിനെ എന്താ പറയുക, ഇത്ര വലിയൊരു ടാർഗറ്റ് മാനായ ലുക്കാക്കുവിനെ പോലും ഐ ഡോണ്ട് തിങ്ക് മെൻഡി ഇന്ന് കണ്ടുപിടിച്ചേ ഇല്ല പാസിലൂടെ. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ മെൻഡി ഒന്ന് ഇമ്പ്രൂവ് ആവാനുണ്ട്. പക്ഷെ സേവിങ് വൈസ് ഹീസ് ദെയർ. വേൾഡിലെ ബെസ്റ്റ് ഗോൾ കീപ്പേഴ്സിലുണ്ട് ഡെഫിനറ്റ്ലി. ആൻഡ് അജിത്, ഇറ്റ് വാസ് എ ഗെയിം. ലിവർപൂളിന് ജയിക്കേണ്ട ഒരു മത്സരമായിരുന്നു. എന്തെങ്കിലും ഒരു ട്രിക്ക് ഇനി ഇതിൽ കൂടുതൽ ലിവർപൂൾ ചെയ്യാനുണ്ടായിരുന്നു. കാരണം ടുവേർഡ്സ് ഒരു 80 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക്, 75 മിനിറ്റ് ആയപ്പോഴത്തേക്ക് അറ്റാക്ക് കുറഞ്ഞു, വേവ് കുറഞ്ഞു, പ്ലേയേഴ്സ് ഫ്രസ്ട്രേറ്റഡ് ആവാൻ തുടങ്ങി. എന്ത് പറയുന്നു? ഒരു സെക്കൻഡ്. ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെൽസി അല്ല ലിവർപൂളും അല്ല. സാധാരണ വെറും ഫുട്ബോൾ കാണുന്ന ഫാൻസിനെയാണ് ന്യൂട്രൽ ഫാൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ന്യൂട്രൽ ഫാൻസ് പോലും ഡിവൈഡഡ് ആണ്. ഞാൻ പല ഗ്രൂപ്പുകളിലും ഉള്ളതുകൊണ്ട് പറയാണ്. അതിൽ കുറച്ച് പേര് പറയുന്നു റെഡ് കാർഡ് വരുന്നു, കുറച്ച് പേര് പറയുന്നു നോട്ട് റെഡ് കാർഡ് ആണെന്നുള്ളത്. യെസ്, എന്തെങ്കിലും ഒരു ട്രിക്ക് ലിവർപൂൾ മിസ് ചെയ്തിരുന്നോ, അതോ ചെൽസി വാസ് ടു ഗുഡ്? ലിവർപൂൾ ട്രൈഡ് എവറിത്തിങ്. എനിക്ക് തോന്നുന്നില്ല ലിവർപൂൾ കുഡ് ഹാവ് ഡൺ എനിത്തിങ് മോർ. പിന്നെ ലിവർപൂളിന്റെ സ്റ്റൈൽ ഓഫ് പ്ലേ ഇങ്ങനെയാണ്. ഇഫ് ടീംസ് ഡിഫെൻഡ് ലൈക്ക് ദിസ് ദേ ഓൾവേസ് സ്ട്രഗിൾ. ആൻഡ് ഐ തിങ്ക് ലോങ് ഷോട്ട് എടുക്കുന്ന ഒരു സ്ട്രാറ്റജി ഇല്ലേ, അത് ദാറ്റ് വാസ് പെർഫെക്റ്റ്. കാരണം മേ ബി സം മിസ്റ്റേക്ക് വന്നിട്ട്, ഡിഫ്ലക്ഷൻ വന്നിട്ട് ആർക്കെങ്കിലും ബോക്സിന്റെ ഉള്ളിൽ കിട്ടിയ സാലയ്ക്കൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി മതി അടിച്ചു കയറ്റാൻ. പക്ഷെ അതർവൈസ് ക്രിയേറ്റിംഗ് ചാൻസസ്, അതിനു വേണ്ടിയാണ് ജോട്ടേനെ കൊടുക്കുന്നത് ക്ലോപ്പ്. ആൻഡ് ഈവൻ തിയാഗോ അൽക്കാന്തറ കൊടുത്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫില്. That was, I think, out of desperation. പക്ഷെ ലിവർപൂൾ tried everything and I don't think from the way we were defending, അവർ എന്ത് ചെയ്തിട്ടും ഒരു ഗോള് കൺസീഡ്, നമ്മുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന് അല്ലാണ്ട് ഗോള് സ്കോർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു വണ്ടർഫുൾ ലോങ് ഷോട്ട് അല്ലാണ്ട് അവർ സ്കോർ ചെയ്യുന്ന എനിക്ക് തോന്നിയിരുന്നില്ല. Absolutely. Hafiz, welcome to the discussion. Controversies after controversies along with നമ്മുടെ സുന്ദരനായ ആന്റണി ടീലർ. ലിവർപൂളിനെ കുറിച്ചൊന്നും പറയാനില്ല, നമുക്കൊരു കംപ്ലൈന്റും ഇല്ല. ലിവർപൂൾ പ്ലേഡ് ബ്രില്യൻലി. ഇൻഫാക്ട് ഇപ്പൊ ലുക്കാക്കുവിനെ BBDയും ആരായിരുന്നു അത്, മാറ്റിമ്പോ ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാലേനെ, ട്രെന്റ് അലക്സാണ്ടർ ആൾഡറിനെ ഒക്കെ റൂഡിഗർ വെറുതെ കൂട്ടിയിട്ടു എന്ന് വേണമെങ്കിൽ പറയാം.
റെഡ് ഓർ എ നോട്ട് റെഡ് കാർഡ് ഇനിഷ്യൽ? ഐ മീൻ ചെൽസി ഫാൻസ് ഒബ്വിയസ്ലി ബയസ്ഡ് ആണെങ്കിൽ തന്നെയും ഹഫീസിന് എന്ത് തോന്നുന്നു? ആദ്യം എടുത്ത് പറഞ്ഞത് തോമസ് ടൂക്കൽ, ഈസ് ദ മാൻ. നമ്മുടെ ഒരു കഴിഞ്ഞ വർഷത്തെ ഒരു ഫ്രജൈൽ ആയിട്ടുള്ള ടീമായിരുന്നെങ്കിൽ നമ്മൾ ഹാഫ് ടൈമിൽ തന്നെ നമ്മൾ തോൽവി സമ്മതിച്ചേനെ. ബട്ട് ടൂക്കലിന്റെ ആ ഒരു ബ്രില്യൻസ് കാരണം വി ആർ ഹു വി ആർ നൗ. നമ്മളിപ്പോ ഈ കാണിച്ച ആ ഒരു ക്യാരക്ടർ ഐ തിങ്ക് മോസ്റ്റ്ലി ടൂക്കൽ കൊണ്ടുവന്ന ഇൻസ്റ്റിൽ ചെയ്ത ഒരു ക്യാരക്ടർ തന്നെയാണ്. സോ ഡെഫിനറ്റ്ലി അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ ആ കാണിച്ച കറേജ് ഈച്ച് ആൻഡ് എവറി പ്ലെയർ, ഐ തിങ്ക് നമ്മുടെ മാൻ ഓഫ് ദ മാച്ച് അവാർഡ് ചെയ്തേക്കണ ആൻഡ്രീസ് ക്രിസ്ത്യൻസനാണെന്ന് തോന്നുന്നത്. റൈറ്റ്ഫുള്ളി അവാർഡ്. കാരണം നമ്മൾ ആ ഒരു കാണിച്ച ഒരു ക്യാരക്ടർ അറ്റ് ദ ബാക്ക്, ആ ഒരു റെസിലിയൻസ് നമ്മൾ കാണിച്ചില്ലായിരുന്നെങ്കിൽ എന്തുകൊണ്ടും നമ്മൾ ഒരു വലിയൊരു മാർജിൻ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 ഗോൾ മാർജിനെങ്കിലും നമ്മൾ തോറ്റേനെ. സോ ക്രെഡിറ്റ് ടു ദി എൻറ്റയർ ടീം. ബയസ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. കാരണം ഇപ്പൊ ഐ എം നോട്ട് വില്ലിംഗ് ടു കമന്റ് ഓൺ ദാറ്റ്. റൂൾ ബുക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ബട്ട് ഡെഫിനറ്റ്ലി ആ റെഡ് കാർഡ് ഒരു ഹാർഷ് ആയിട്ടുള്ള ഡിസിഷൻ തന്നെയാണെന്ന് വേണം പറയാൻ. ആൻഡ് സിൽവനെ കുറിച്ച് ഒരുപാട് പറയുന്നു. ക്രിസ്ത്യൻസൺ, റൂഡിഗർ, മെൻഡി, ആസ്പിലക്വെറ്റ. ടോം, നമ്മൾ എഴുതി തള്ളി ആസ്പിലക്വെറ്റനെ. എത്ര തവണ ഇനി എഴുതി തള്ളും? ഇനി എഴുതി തള്ളാൻ പറ്റുമോ? ഒരിക്കലും ഇന്നേ വരെ എഴുതി തള്ളിയിട്ടില്ല. അഗൈൻ ഒരിക്കലും നമ്മൾ നമ്മളുടെ പ്ലേയേഴ്സിന് ഐ ഡോണ്ട് തിങ്ക് എക്സെപ്റ്റ് ഫോർ മൊറാട്ട, എൻ്റെ ഒരു ഹിസ്റ്ററി ശരിയാണെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും എഴുതി തള്ളലോ അല്ലെങ്കിൽ ഈസ് നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ല. എവറി പ്ലെയർ ഹാസ് എ വീക്ക്നെസ്, എവറി പ്ലെയർ ഹാസ് സ്ട്രെങ്ത്സ്. ആസ്പിയുടെ വീക്ക്നെസ് ഇസ് ഗോയിങ് ഫോർവേഡ്. പക്ഷേ ഈവൺ അതും ഈയിടെയായിട്ട് നമ്മൾ അറിയാറില്ല. ബിക്കോസ് ഹീ ഈസ് ബ്രില്യൻറ്റ് ഗോയിങ് ഫോർവേഡ്. ഒരു പ്രശ്നം കാണിക്കുന്നില്ല. ഇന്ന് ബർത്ത്ഡേയും കൂടിയായിരുന്നു. ഐ മീൻ ഹീസ് ഗോണ ഹാവ് എ റിയലി ഗുഡ് ബർത്ത്ഡേ ബിക്കോസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ടീം സോ വാട്ട് ദ ടീം ഇസ് ടുഡേ. നമ്മളും കണ്ടു. ഞാൻ എടുത്തു പറയേണ്ട കാര്യം ആ ഫൈനൽ വിസിലായപ്പോഴത്തേക്കും ഹൗ ദ ടീം ഗോട്ട് ടുഗെദർ. എല്ലാവരും ലുക്കാക്കുവിനെയും എല്ലാവരെയും വന്ന് ഒരുമിച്ച്. ലുക്കാക്കു ഇന്നലെ വന്ന ആളാണ്. ആൻഡ് എന്തോരം ആ സ്ക്വാഡായിട്ട് അടുത്തു എന്നുള്ളതൊക്കെ കാണാൻ പറ്റും. അപ്പൊ സോ if I was the captain, I would be so happy to see my team getting together like that. ഇപ്പോൾ ചെൽസി ഒരിക്കലും ഒരു ലിവർപൂളിൽ പോയി ഒരു ഡ്രോ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഹാപ്പി ആവുന്ന ടീമും കൂടി അല്ല. പക്ഷെ ടുനൈറ്റ്സ് ഡ്രോ മീൻസ് മോർ ദാൻ എ വിക്ടറി. കാരണം ആ ടീം എന്തോരം ഒരുമിച്ചുണ്ടെന്ന് ഇന്ന് ശരിക്കും കണ്ടാണ്. ആൻഡ് ദാറ്റ് ഇസ് ഓൾ ഡ്യൂ ടു ദ കോച്ച് ഹഫീസ് പറഞ്ഞ പോലെ ആൻഡ് ദ ക്യാപ്റ്റൻ ആൻഡ് ദ ഹോൾ ഡിഫെൻസീവ് യൂണിറ്റ്. അബ്സല്യൂട്ട് വേൾഡ് ക്ലാസ്. ചെൽസിന്റെ മാത്രമല്ല നമ്മുടെ പ്രേക്ഷകരുടെയും പാഷൻ. 378 പേര് 12:30 ആയിട്ടും ഇപ്പോഴും ഡിസ്കഷൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഹഫീസിലേക്ക് ക്വസ്റ്റ്യൻ വരികയാണ്. ലുക്കാക്കു ഡിസപ്പിയറിംഗ് ഇൻ ബിഗ് മാച്ചസ്. എനിക്ക് തോന്നുന്നു ലിവർപൂളിന് ഇപ്പൊ വേറൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ ലുക്കാക്കുവിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. കാരണം അവര് ജയിച്ചു വരുന്നുണ്ടായിരുന്നെങ്കിൽ എന്തായാലും സ്ഥിതി? സീരിയസ്ലി എനിക്ക് തോന്നുന്നു ഈ ഒരു എന്ന നിലയിൽ എന്താ ചെയ്യുക? ഐ മീൻ 10 men down, ലോൺ സ്ട്രൈക്കർ അപ്പ് ഫ്രണ്ട്, കാര്യമായിട്ടൊന്നും ചെയ്യാനുമില്ല. ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യുക? ആ കോവച്ചിന് കൊടുത്ത പാസ് വാസ് ബ്രില്യന്റ്. അല്ലേ? ഹാബർട്സ് ലുക്കാക്കുവിനെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഒരു ഷുവർ ഷോട്ട് ചാൻസ് ഒക്കെ പോകും അല്ലേ? ഇതിൽ കൂടുതൽ ഒരു സ്ട്രൈക്കറിൽ നിന്ന് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് യെസ്. കാരണം 45 minutes കഴിഞ്ഞ് വി ആർ 1 man down. അപ്പം സ്ട്രൈക്കറിന്റെ കോൺട്രിബ്യൂഷൻസ് കുറച്ചും കൂടി ഡിഫെൻസീവ് ആകും, കുറച്ചും കൂടെ ബാക്കിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. ആൻഡ് ലുക്കാക്കു ആ കാര്യം വളരെ മനോഹരമായിട്ട് ചെയ്ത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഗോയിങ് ഫോർവേഡ് ഓൾസോ ഹി വാസ് ഡൂയിങ് ഗുഡ്. നല്ല ഹോൾഡ് അപ്പ് പ്ലേ ഉണ്ടായിരുന്നു, നല്ല ബോൾസ് ഉണ്ടായിരുന്നു. ആൻഡ് ഇൻഫാക്ട് സെക്കൻഡ് ഹാഫിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ഷോട്ട് ഉണ്ടായിരുന്നു. ബട്ട് ദാറ്റ് വാസ് ബ്ലോക്ക് ബൈ നമ്മുടെ മാറ്റിപ്പ്. ഒരു ആക്രോബാറ്റിക് ട്രൈ തന്നെയാണെന്ന് തോന്നുന്നു. സോ ഹി ട്രൈ ഡിസപ്പിയറിംഗ് എന്ന് പറയാൻ പറ്റില്ല. ഓഫ് കോഴ്സ് ഇനീഷ്യലി കുറച്ച് 2-3 ത്രൂ ബോൾസ് മിസ്സായതുണ്ട്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഐ തിങ്ക് മൗണ്ട് ആയിട്ടുള്ള ഒരു ലിങ്കപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഹി ഈസ് ഡിസപ്പിയറിംഗ്. കാരണം ഒരുപാട് നല്ല ലിവർപൂൾ ഫാൻസിന് ഇത് മാത്രമേ സംസാരിക്കാനുള്ളൂ. മാറ്റിപ്പ് ആൻഡ് ഡിവിഡി പോക്കറ്റഡ് ലോൺ സ്ട്രൈക്കർ അപ്രന്റിൽ ചെയ്യും. പിന്നെ എന്താ ചെയ്യുക? അങ്ങനെയാണെങ്കിൽ സാലയൊന്നും ഒന്നും കാണിച്ചിട്ടില്ല. സാലയൊക്കെ വെറുതെ കുറെ അങ്ങോട്ട് റൂഡി ഇറക്കായിരുന്നു. സാല എല്ലാ ആഴ്ചയും റൂഡിഗറായിട്ട് കളിക്കുകയാണെങ്കിൽ വേറെ ലീഗിൽ പോയി കളിക്കേണ്ടി വരും. റൂഡിഗർ ഇടില്ല സാലേനെ. അതെ. അപ്പോ ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി എന്താ പറയണേ, നോട്ട് എന്താ പറയണേ, അങ്ങനെ ഈ എടുത്തു പറയത്തക്ക രീതിയിൽ. അജിത്തിന് എന്ത് തോന്നുന്നു? എനിക്കും ഈ ഗെയിമിൽ ഇപ്പൊ ലുക്കാക്കുവിനെ ക്രിട്ടിസൈസ് ചെയ്യാന്ന് പറഞ്ഞ ചുമ്മാ വി ആർ ഫൈൻഡിങ് ഫോൾട്ട്സ് ഇൻ ലുക്കാക്കു അങ്ങനെ, അല്ലെങ്കിൽ ലിവർപൂൾ ഫാൻസ് വാണ്ട് ടു ബോസ്റ്റ് അബൌട്ട് VVD ആൻഡ് മാറ്റിപ്പ്. അവർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. കാരണം വി വർ 10 men ആൻഡ് വി വർ ഹാൻഡിക്യാപ്ഡ്. നമുക്ക് ഈ ഹാൻഡിക്യാപ്പ് വെച്ചിട്ട് ലുക്കാക്കു തന്നെയായിരുന്നു. ഹിസ് ഏരിയൽ പ്രസൻസ് വാസ് ഇമ്പോർട്ടന്റ് ഇൻ ഡിഫെൻഡിങ്.
ആൻഡ് ഹി വാസ് നമുക്ക് ഉണ്ടായിരുന്ന കൗണ്ടർ അറ്റാക്കിലും പുള്ളി തന്നെയായിരുന്നു ആ ഷോർ ഷോട്ട് ഒരു നല്ല ചാൻസ് കോവസിച്ചിന് ഉണ്ടാക്കിയത്. സോ അങ്ങനെ നോക്കുമ്പോ ഇറ്റ്സ് ജസ്റ്റ് വാട്ട് ഫാൻസ് വാണ്ട് ടു ടോക്ക് അബൌട്ട്. ഇതിന്റെ റിട്ടേൺ ഫിക്സ്ചറിൽ ലുക്കാക്കോ വിൽ ബി ഷോയിങ് ആൻഡ് ഇൻ ദ കമ്മിങ് ഫിക്സ്ചേഴ്സ് ഓൾസോ വി ആർ ഹാവിംഗ് ബിഗ് ടീംസ് ഇനി എന്തായാലും വരുന്നുണ്ടല്ലോ. സോ we will see who will come on top, but I'm actually happy with the entire team's performance, and I think Tuchel's substitutions in the after the first half adu bhayangara on point aayirunnu. Kovacic was definitely needed in the midfield. Press resistant ayalum pulli ball edutittu it's glued to his feet. Ball edutittu auto പിന്നെ Thiago Silva for his aerial presence again, back in the center of the center, 3 center backs, അത് on point ആയിരുന്നു. അപ്പോൾ Tuchel deserves all the praise for this victory. Absolutely. We also have Akash joining us, നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന പാനലിസ്റ്റ്. താങ്ക് യു ആകാശ്, വളരെ ലേറ്റ് ആയ സമയത്ത് ജോയിനിങ് അസ്. ലിവർപൂളിന്റെ സൈഡിൽ നിന്ന് ഒരു റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിൽ എന്താണ് മൊത്തത്തിൽ ഗെയിം വിലയിരുത്താനുള്ളത്? ചോദ്യം ഫസ്റ്റ്, ലിവർപൂൾ ലോസ്റ്റ് 2 points, ചെൽസി ഗെയിം 2 points എന്ന് തോന്നുന്നുണ്ടോ? സെക്കൻഡ്, റെഡ് കാർഡ്. ഐ തിങ്ക് ദാറ്റ്സ് എ ബിഗ് കോൺട്രവേഴ്സി അല്ലേ? No, 100%. I think ലിവർപൂളിന്റെ 2 പോയിന്റ് ഇന്ന് പോകാനുള്ള കാരണം തന്നെ എനിക്ക് തോന്നുന്നു, ഞാൻ മാച്ചിന് മുമ്പ് സംസാരിച്ച ഒരു പോയിന്റ് ഉണ്ട്, ഒരു ഗോൾ സ്കോറിംഗ് സ്ട്രൈക്കർ എന്നുള്ളത് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ബുദ്ധിമുട്ടിയത് എന്ന് പറയാം. സെക്കൻഡ് ഹാഫിൽ തന്നെ ഇഫ് യു ലുക്ക് അറ്റ് എല്ലാ ചാൻസും ഉണ്ടായ ചാൻസസിൽ the best chances, I think, to be honest, fell for Chelsea, where Lukaku had that effort that was blocked by Matip, and I think Kovacic's effort, which was deflected, and then Alisson managed to save. പക്ഷേ ആ ഒരു presence ഇല്ല in front of goal എന്ന് എനിക്ക് തോന്നി. Definitely 2 points dropped for Liverpool, and for Chelsea, what a mad defensive performance. And to play 45 minutes angane, it's not easy. From personal experience, sometimes when you go a player down, you just capitulate. You have seen that so many times in even in Indian football. So many times, oru teaminte oru player poya thanne 4-5 goal vidum. In the first game, you saw how badly Arsenal struggled. Oru player poyi kayinappo, and I think oru goal scoring strike. Adu matramalla oru someone like a Shaqiri, who was in our squad until about a week ago, is somebody who could have come on and found some space. Adu illepa. So I genuinely don't think Liverpool are a team that's going to contend for the title this season, and budumutarikkum. But what a performance from Chelsea, I have to say. Like second half la Chelsea യുടെ ഡിഫൻസ് ചെയ്തത്, if they had done it for for the entirety of last season, which I think started happening once Thomas Tuchel വന്നപ്പോഴാണ് തുടങ്ങിയത് ഇങ്ങനെ ഒരു ഡിഫെൻസീവ് റെസിലിയൻസ്. I think Chelsea could have even steamrolled their way into a top 2, top 3 finish if it had been the case last season from the beginning. അതെ, കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാമെന്നുള്ളൊരു സ്ഥിതിയിൽ ലിവർപൂൾ ഫാനാണെന്ന് തോന്നുന്നു. ചെൽസി ലക്കി ഗോൾ ലക്കി ഗെയിം എന്നുള്ളത് 45 മിനിറ്റ് 10 പേരെ വെച്ച് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ലക്കി എന്ന് പറയാനാണെങ്കിൽ ഇഷാൻ ഒന്നും പറയാനില്ല. ആസ്പിൻ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എക്സ്പെക്ടഡ് വേർണർ ഇൻസ്റ്റെഡ് ഓഫ് ലുക്കാക്കു ആസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഫൈനൽ 20 minutes. ഒരു കൗണ്ടർ അറ്റാക്ക് ത്രെറ്റ് കൂടിയാണ്. നമുക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യാം, നമ്മൾ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെവിടെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ എന്ത് തോന്നുന്നു ആസ്പിൻ? സെക്കൻഡ് ഹാഫില് എന്താ പറയുക, ഹാഫ് ടൈം സബ്സ്റ്റിറ്റ്യൂഷൻസ് അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ്. ടുക്കൽ വാസ് നോട്ട് ഗോയിങ് ഫോർ എ എന്താ പറയുക അഗ്രസീവ് മോഡ്. ആ ഒരു മോഡിലേക്കല്ല, ഗിയർ അപ്പ് അല്ല ചെയ്തേ. ഈ വാസ് ലൈക്ക് ഓക്കെ, ഇത്ര നേരം ലെവൽ റോഡ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇറ്റ് വാസ് 50-50. ഇനി എനിക്ക് കയറ്റം കയറണം, ഈ വണ്ടി വലിക്കണമെങ്കിൽ ഒന്ന് ഗിയർ ഡൗൺ ചെയ്യണം. സോ ഹി തോട്ട്, ഹി പ്ലാൻഡ് ഇറ്റ് ഔട്ട്. ഓക്കെ, ഇനി അഗ്രസീവ് ആയിട്ട് കളിക്കരുത്, നമുക്ക് കറക്റ്റ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യണം, വി നീഡ് കോൺസെൻട്രേഷൻ, വി നീഡ് ഡിസിപ്ലിൻ. അപ്പം ടിമോ വർണർ അവിടെ ഒരു ഫാക്ടറായിട്ട് വരുന്നത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടിമോ വർണറിനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്ന ഫോർവേഡ് റൺസ് ഒരുപാട് കിട്ടും, ഒരുപാട് വർക്ക് റേറ്റ് കിട്ടും, ബട്ട് ബോൾ ഹോൾഡിംഗ് എബിലിറ്റി എന്ന് പറയുന്ന സാധനം കിട്ടൂല. സോ വെരി ക്ലിയർലി Lukaku over Timo Werner, just because he can hold the ball up in the edge of the penalty area. നമ്മൾ കണ്ടതാണ് മൗണ്ടിന് ഒരു ബോൾ വെച്ച് കൊടുത്തത്, കോവാസിച്ചിന് ബോൾ വെച്ച് കൊടുത്തത്, അത് ടിമോ വെർണറിന് വെച്ച് കൊടുക്കാൻ പറ്റുന്നു പറ്റില്ല. കാരണം ആ ഒരു ബാക്ക് ടു ദ ഗോൾ കളിയൊന്നും നടക്കില്ല. കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ടുക്കലിന് ഓൾറെഡി മനസ്സിലായി ഇനി ഇതാണ് നടക്കുള്ളൂ. ഇഫ് ദേ ആർ ഗെറ്റിംഗ് എ ചാൻസ്
ദാറ്റ് ഈസ് ത്രൂ ലുക്കാക്കു, ആൻഡ് ദാറ്റ് വാസ് ദ കേസ്. ലുക്കാക്കു വാസ് ദ എന്താ പറയണേ, ആ ഒരു പിവട്ടായിരുന്നു ഉള്ള എല്ലാ അറ്റാക്കിനും സെക്കൻഡ് ഹാഫിൽ. ഇഫ് ദർ വാസ് എ ചാൻസ് ലുക്കാക്കു വാസ് ഇൻവോൾവ്. ആകാശിലേക്ക് വരാം. നമുക്കുണ്ടായിരുന്ന കുറച്ച് ഡൗട്ടുകൾ അത് ക്ലിയർ ആയി. ഒന്നെന്ന് പറഞ്ഞാൽ ലിവർപൂൾ ഫാൻസിന് ഉണ്ടായ ഡൗട്ട് VVDക്ക് ആ ഒരു പേസ് ഉണ്ടോ, ഇഞ്ചുറിയിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമോ, അത് VVD തെളിയിച്ചു കഴിഞ്ഞു. അബ്സല്യൂട്ട്ലി നോട്ട് എ പ്രോബ്ലം. ഇപ്പോഴും പഴയ ബീസ്റ്റ് തന്നെയാണ്, ലോങ് റേഞ്ച് പാസുകളും കിടുകയാണ്. ആൻഡ് ഇവർ രണ്ടുപേരും തന്നെ ഫസ്റ്റ് ഹാഫിൽ ആ ഡിഫൻസ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അത്യാവശ്യം എന്താ പറയണേ, ലുക്കാക്കുവിനെ കൺട്രോൾ ചെയ്തിരുന്നു. പിന്നെ പറയാനുള്ളത് എലിയറ്റിന്റെ പെർഫോമൻസ് ആണ്. ഈ ഒരു 18 വയസ്സുകാരന് എത്രത്തോളം ഒരു പ്രഷറിൽ കളിക്കാൻ പറ്റുമോ എന്നുള്ളത്. ആൻഡ് ഇത് രണ്ടുപേരും തെളിയിച്ചു എലിയറ്റ് ഈസ് എ മാൻ ഫോർ ദ ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ. എന്നോടാണ്? സോ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞതുപോലെ തന്നെ എലിയറ്റ് കഴിഞ്ഞ മാച്ച് കളിച്ചതുപോലെ തന്നെ ഈ മാച്ചും കളിച്ചു. ആൻഡ് ഒബ്വിയസ്ലി കഴിഞ്ഞ മാച്ച് ഇത്രയും കൂടി ഒരു താഴ്ന്ന ഒപ്പോണന്റിന് അഗേൻസ്റ്റ് ആയിരുന്നു. ആൻഡ് ഹി പ്രൂവ്ഡ് ഹിംസെൽഫ് ഇൻ ദാറ്റ്. സോ പക്ഷെ ലൈക്ക് ഐ സെഡ്, ലാസ്റ്റ് 20 minutes ഇപ്പോൾ ലുക്കാക്കു വെർണറിനെ പറഞ്ഞതുപോലെ ലിവർപൂളിന് ബെഞ്ചിന് കൊണ്ടുവരാനായിട്ട് ഒരു ഓപ്ഷൻ ഇല്ല, ഈസ് ദ ട്രൂത്ത്. ആൻഡ് ഇൻ ദോസ് ഫൈനൽ 20 minutes ഒരു ടീം ദാറ്റ് ഇസ് one player down against, what you need is obviously a little bit of youth helps, but you need that experience to play the right pass. And വന്നത് is തിയാഗോ, കമന്റേറ്റർ പറഞ്ഞതുപോലെ തന്നെ അത് വന്നത് is to bring a bit of incision. ബട്ട് അത് ആ ഫൈനൽ തേർഡിൽ വന്നെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലെയറിനെ വേണം. someone like a Shaqiri who has a bit of experience playing on the big stage. You never know. Shaqiri came on off the bench against United and scored 2 goals once, and it was a 1-1 draw otherwise. And angante matches sometimes his experience did the difference. And I liked what I saw of him. 70 minutes he did really well. But the last 20 minutes, at the end of the day, Liverpool 2 point ആണ് പോയത്. And അതൊരു ബെഞ്ച് സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പറയാം. Like, do I see anybody on the bench who can come on and make a difference? No, to be honest, no. അതെ, ഒരു ഗുഡ് ക്വസ്റ്റ്യൻ വരുന്നത്, വൈ നോട്ട് അപ്രീഷിയേറ്റ് ജോർഗിനിയോ? അരവിന്ദനെ കാണുമ്പോൾ മറ്റേ നമ്മുടെ ഈ ഹൊറർ മൂവിയിലൊക്കെ ഒരു ലുക്ക് അല്ലെങ്കിൽ കിട്ടുന്നുണ്ട്. നമ്മളെപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്ന ജോർഗിനിയോ ഈ പ്ലെയർ ഓഫ് ദി ഇയറിന്റെ എല്ലാ പെർഫോമൻസ് ഒന്ന് കാഴ്ചവെച്ചു അല്ലേ? ഞാൻ അവനെ ക്രിട്ടിസൈസ് ചെയ്യല് കഴിഞ്ഞ ഒരു UCL ക്വാർട്ടറൊക്കെ ആയപ്പോൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അതിനുശേഷം പുള്ളി നമ്മളൊക്കെ പറഞ്ഞതിനെതിരായിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇന്നും എന്താ പറയാ, എത്ര ഫൗൾസ് അവനെതിരെ കൊടുക്കാതിരുന്നു. എന്നിട്ടും കൂടിയും ജോഗിനോന് മെയിൻ പ്രശ്നം അതാണല്ലോ, അത്ര വലിയ എന്താ പറയാ വലിച്ചു താഴിട്ട് കഴിഞ്ഞാല് പിന്നെ റിക്കവർ ചെയ്ത് പോകാനൊന്നുള്ള കഴിവൊന്നുമില്ല. പക്ഷെ എന്നിട്ടും കൂടിയും അങ്ങനെ അധികം ഫോൾസും കാര്യങ്ങളൊന്നും വരുത്താതെ നിന്ന് കളിച്ചു. പുള്ളി ആ പ്ലെയർ ഓഫ് ദി ഇയർ കിട്ടിയതിന്റെ ആ പെർഫോമൻസ് പിന്നെയും എടുത്തു കാട്ടുന്നുണ്ട്. എന്നിട്ടും കൂടിയും റെക്കഗ്നൈസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഇഷ്ടം പോലെ നമ്മളെ ചെൽസി ഫാൻസിന്റെ കൂട്ടത്തിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവന്റെ അച്ചീവ്മെന്റ്സ് ശരിക്കും അവർ റെക്കഗ്നൈസ് ചെയ്യാതെ. പലരും പറയുമ്പോൾ കാണ്ടേനൊക്കെ തന്നെ എടുത്ത് പറയുന്നുണ്ട്. പക്ഷെ സ്റ്റാറ്റ്സ് കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് ജോഗിന് ഏത് ലെവലിലാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ള എടുത്ത് കാണിക്കുന്നുണ്ട്. ഇന്നും മിഡ്ഫീൽഡില് പുള്ളി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പുള്ളി വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അതെ, സോറി, ഹഫീസ് ഇടയ്ക്ക് സ്ട്രീമിൽ നിന്ന് പുറത്തു പോയി. ഹഫീസ് ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഞാൻ കണ്ണും കൂടെ അല്ല ഹഫീസ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന കാര്യം. യെസ് ആസ്പൻ ബ്രോട്ട് ഔട്ട് അൺമ്യൂട്ട് ആണല്ലോ അല്ലെ? അതെ, റൈറ്റ്ഫുള്ളി ബ്രോട്ട് ഔട്ട്. ഇൻസിഷന് വേണ്ടിയാണ് തിയാഗോനെ കൊണ്ടുവന്നത്. People say that Thiago is incisive. How incisive was he after he has came to Premier League? I would like Akshay to answer this because ഞാൻ ഇത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബയാസ്ഡ് ഒപ്പീനിയൻ എന്ന ആൾക്കാർക്ക് തോന്നും. ബട്ട് യു ഗീവ് മി യുവർ ഫ്രാങ്ക് ഒപ്പീനിയൻ. ഹി ഈസ് എ മാൻ ഹു ഈസ് എക്സ്ട്രീംലി ക്രിയേറ്റീവ്. ഞാൻ അബ്സല്യൂട്ട്ലി വേൾഡ് ക്ലാസ് ആയിട്ട് കാണുന്ന ഒരു പ്ലെയർ ആണ് തിയാഗോ. ബട്ട് ആഫ്റ്റർ ഹിസ് ട്രാൻസ്ഫർ ടു പ്രീമിയർ ലീഗ്, has he been able to do what he usually does? Sorry, to be honest, no, that's honestly a very, very good point. And ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ I have to go back to the point that Liverpool do not have a goal-scoring centre forward. Firmino is not a goal-scoring centre forward. Jota is not a traditional centre forward. And at Bayern in those 7 odd seasons, അവിടെ ഉണ്ടായിരുന്ന സമയത്ത് Thiago had the best centre forward in the world at some points. And Thiago's goals are never what his thing. His thing is he plays the maximum number of passes, he controls your play, and then when in the final third he plays that, if not the final ball, the ball that finds the player who gets the assist.
And at Liverpool, it's not happening purely because we don't have that centre forward who can drag the defense out or push the defense back. If Thiago played in today Chelsea's midfield, you would see a completely different version of him, where there's gaps between the midfield and the attack, and he's in that, breaking those lines and playing those passes. If Thiago had a centre forward like Lukaku in his team, you would see a completely different type of play where he's constantly creating chances, playing it on the flank, it's coming back into the box. മിക്കപ്പോഴും സാലയ്ക്ക് അല്ലെങ്കിൽ മാനയ്ക്ക് ബോൾ കിട്ടുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബോക്സിനകത്ത് ആരുമില്ല. Firmino is running in, and that's not what you want. That's why Firmino was pulled off. Obviously, എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് ഇഞ്ചറി ഉണ്ടോ എന്നുള്ളത്. But even otherwise, ബോക്സിന്റെ അകത്ത് when that ball fell after Reece James handled the ball, when the ball fell, it was Jota there, but it was Firmino. It was a set piece, but if it was Firmino, he'd already be dropping back thinking I need to do something about it. So അങ്ങനത്തെ ഒരു സ്ട്രൈക്കർ ഉണ്ടെങ്കിൽ you will see Thiago differently, and I'm still holding on to the hope that Liverpool sign a goal scoring centre forward, whoever it is, even if it's somebody from the Premier League. It makes a massive difference. ആകാശ്, അല്ലാണ്ട് തന്നെ മുഹമ്മദ് സാല ഉണ്ട് 20+ ഗോൾ സ്കോർ ചെയ്യാനായിട്ട്. അപ്പൊ ഒരു നമ്പർ 9 പ്രോപ്പർ ശരിക്കും പറഞ്ഞാൽ ലിവർപൂളിന് ഒരു ആവശ്യമുണ്ടോ? വെൻ സാല സ്കോർ ആ ഒരു തരത്തിലുള്ള ഒരു ഗോളും മാനെ ഒരു 12-15 ഗോൾ തരാൻ പറ്റിയ ഒരു രീതിയിൽ. No, that's the difference between a top, like a team that wants to challenge for the top. കഴിഞ്ഞ സീസണും ഞാൻ പറഞ്ഞതുപോലെ തന്നെ, even if Salah had a very prolific season, the games where we missed out were the games in which he didn't perform. And അങ്ങനത്തെ ഒരു winger, ഒരു goal scoring winger എന്നുള്ളത്, if he's playing up top, it's different. Like, why do Barcelona need a Griezmann in front when they have a Messi and all those players around who can still score goals? Because avarku goal adikan pattathappo, when they're outside the box, they need a presence inside the box to play in and out of. Even in any team for that matter, one goal scorer can't do the job. Ipo Chelsea ne thanne nokku, avaru even though they had a Havertz, they had a Timo Werner, who are all goal scoring forwards. In the last Bundesliga campaign avarku ellarkum 10+, 12+ goals undu. But they still went for Lukaku because they know it's a long season, kore competitions undu. And when these guys are not, like, if somebody gets an injury, or if like ഞാനിപ്പോ ആലോചിക്കുക, കഴിഞ്ഞ വർഷം വാൻ ഡൈക്കിന് ഇഞ്ചുറി ആയി, അത് കഴിഞ്ഞപ്പോ മാറ്റിപ്പിന് ഇഞ്ചുറി ആയി, ജോ ഗൊമേസ് വാസ് ഔട്ട്. ആ ഒരു ഡിഫെൻസീവ് പ്രശ്നം നമുക്ക് വന്നു, which I never expected അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന്. പക്ഷേ ഈ സീസൺ, what if that happens to our attack? What if Salah gets an ankle injury? You're out. You're not even thinking about making the top 4 anymore, purely because he's their last resort. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവരുത് ഒരു ക്ലബിൽ. If tomorrow, like Hakim Ziyech got a shoulder injury, it's not as bad as predicted. But look at the team now. Even without him, they're able to field a strong 11 capable of pulling off a game like that. And Liverpool don't have that. If a Mane or a Salah gets injured, you're looking at playing Elliott 20 games this season, which is not what it should be at a top club. Okay, great. ഇനി നമുക്ക് വേറെ കുറച്ച് യെസ് അരവിന്ദ് പറയും. കേൾക്കുന്നില്ല. ഹലോ, കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഫെർമിനിയോ ഒരു പ്രൊലിഫിക് ഗോൾ സ്കോർ ഒന്നുമില്ല, പക്ഷെ അവൻ ചെയ്യേണ്ട കാര്യങ്ങള് കുറച്ച് ചെയ്യില്ലേ? പുള്ളീന്റെ ഒരു മൂവ്മെന്റ് കാരണല്ലേ സാനയ്ക്കും അങ്ങനത്തെ സ്പേസ് കിട്ടുന്നത്. അതും കൂടി കൺസിഡർ ചെയ്യണല്ലോ. കഴിഞ്ഞ സീസൺ നിങ്ങൾക്ക് ഇഞ്ചുറീസ് കുറെ ഉണ്ടായിരുന്നെങ്കിലും കൂടി സാനേന്റെ ഫോം ഔട്ട് ആയിരുന്നു നിങ്ങളെ കാര്യമായിട്ട് ബാധിച്ചിരുന്നു. അത് കാര്യമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ലിവർപൂളിന്റെ ആ സെറ്റപ്പിൽ ഒരു ഫോൾസ് 9 എന്നുള്ള രീതിയിലല്ലേ അരവിന്ദ് ഭായ്, അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ടീമിനെ തന്നെ, കഴിഞ്ഞ വർഷത്തെ നമ്മളുടെ ടീമിനെ തന്നെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. വെർണർ ഒരു പ്രൊളിഫിക് ഗോൾ സ്കോറർ അല്ല, മൂവ്മെന്റ് കാരണം ബാക്കി ആൾക്കാർ ഗോൾ അടിക്കും. പക്ഷെ അത് വെച്ചോണ്ട് നമുക്ക് പ്രീമിയർ ലീഗ് കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അതായിരുന്നു ഐ തിങ്ക് ആകാശിന്റെ പോയിന്റ്. അല്ല, പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, നമ്മളുടെ വിങ്ങേഴ്സ് ഒന്നും ഈ സാനെ ആ ലെവലില് ഗോളൊന്നും സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലിവർപൂള് മറ്റേ പ്രീമിയർ ലീഗ് അടിച്ച കൊല്ലം ഫെർമിനോ ഇതേ റിട്ടേൺസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഈ സാലയ്ക്കും അത്രയും ഗോൾ ഉണ്ടായിരുന്നു. അതിലാണ് ഇവർ കഴിച്ചിലായി പോയിട്ടുണ്ടായിരുന്നത്. അവരുടെ സെറ്റപ്പ് തന്നെ അങ്ങനെയാണ് എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇല്ല, എന്റെ അഭിപ്രായത്തില് ക്ലോപ്പ് ഹാസ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഇത് മാറ്റിയത്. ബിക്കോസ് ഫെർമിനോ ഇസ് എ പ്ലെയർ ദാറ്റ് ക്ലോപ്പ് ലൈക്ഡ് ഈവൻ ബിഫോർ ഹി കെയിം ടു ലിവർപൂൾ. ആൻഡ് ക്ലോപ്പിന് ആ ഒരു പ്ലെയറിനെ വേണമെന്ന് വെച്ചു. പക്ഷെ Firmino is not the same player he was at Hoffenheim. At Hoffenheim, he was a regular goal scorer. He was not a false 9 by any means. And even എൻ്റെ അഭിപ്രായത്തിൽ
ക്ലോപ്പിന്റെ തന്നെ ക്ലബ്സ് നോക്കുമ്പോൾ when he played at Mainz, I think there was a Slovenian striker who used to pump in 20 goals a season. I can't remember his name. At Mainz 2007, 2008, 2006, all 3 seasons he scored around 20-22 goals, and he's a proper number 9, like up front. And Liverpool വന്നു കഴിഞ്ഞിട്ടാണ് ക്ലോപ്പിന് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. And when he's had to when Liverpool sold Coutinho, he had to reinforce his backline. He had to get in Van Dijk. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ one big signing is long overdue. Liverpoolന് ഒരു number 9 striker is long overdue because Suarez left us I think 6 or 7 years ago. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സ്ട്രൈക്കർ ഉണ്ടായിട്ടില്ല. ഓക്കെ, സാനെ അല്ല മാനെ. അരവിന്ദ് സാനെ മാനെ എന്നും പറഞ്ഞ് മാറ്റി തെറ്റിപ്പോയി. ഞാനും ഈ ഒരു മിനിറ്റ് വരാം. ഒരു മിനിറ്റ്. ഹഫീസ്, പോസിറ്റീവ്സ് എന്താണ് ചെൽസിനെ സംബന്ധിച്ച്? എങ്ങനെയാണ് നോക്കണത്? ഹഫീസ് പോയ അല്ല, ഹഫീസ് എന്താണ് ചെൽസി എന്താണ് പോസിറ്റീവ് എടുക്കാനുള്ള ഈ കളിയിൽ നിന്ന്? പോസിറ്റീവ് ക്യാരക്ടർ. ഞാൻ ആദ്യം പറഞ്ഞ വേർഡ് തന്നെയാണ് ഒന്നും കൂടെ സ്ട്രെസ് ചെയ്യുന്നത്, ക്യാരക്ടർ. ബിക്കോസ് ഇങ്ങനത്തെ ഒരു കളി എസ്പെഷ്യലി ഞാൻ ഒരുപാട് ട്വിറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഫീൽഡിൽ, എസ്പെഷ്യലി നോയ്സി ആൻഫീൽഡ്, ഹോസ്റ്റൽ ആൻഫീൽഡ് പോയിട്ട് 45 മിനിറ്റ് 10 ആൾക്കാരായിട്ട് ചുരുങ്ങിയിട്ട് ഇങ്ങനെ ഒരു കളി കളിക്കാന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ല. ദാറ്റ് ഇസ് ആൻ അച്ചീവ്മെന്റ് ഇൻ മൈ പെർസ്പെക്റ്റീവ്. അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എടുത്തു പറയേണ്ട കാര്യമാണ് ക്യാരക്ടർ ആൻഡ് റെസിലിയൻസ്. സോ ദാറ്റ് ഇസ് ദി പോസിറ്റീവ് ഫോർ മീ. ആകാശ്, ഇന്ന് ഒരു പോസിറ്റീവ് ലിവർപൂൾ എടുക്കുകയാണെങ്കിൽ എന്ത് രീതിയിലായിരിക്കും ലിവർപൂളിനെ സംബന്ധിച്ച് കാണേണ്ടത്? ഹാവി എലിയറ്റ്. To be honest, വേറെ എനിക്ക് സത്യമായിട്ടൊന്നും കാണാനില്ല. ലൈക്ക് യു ഹാവ് ടു ലുക്ക് അറ്റ് ദ ടീം ആൻഡ് വണ്ടർ ഹൗ ചെൽസി ഡിഫെൻസീവ്ലി ഭയങ്കര നല്ലതാണ്, ഐ ഹാവ് ടു അഡ്മിറ്റ്. പക്ഷേ even then at home against Chelsea, if you can't take 3 points with 45 minutes on the clock, you are looking at not winning the Premier League. You're looking at a team that's going to struggle to win the Premier League. Even if it's Burnley with 10 men holding on for a 0-0 draw, you're losing 2 points, which will add up towards the end of the season. And positives, to be honest, I don't see anything else other than the fact that you can look forward to Harvey Elliott maybe scoring some goals, maybe getting some assists this season, and being an asset off the bench. Liverpool, Wijnaldum, Boy have not signed anyone. And in midfield, we're going to run thin. If Naby Keita has another injury that rules him out for 2 months, you're looking at 4 midfield options, of which one is an 18-year-old. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ യു ആർ ഹോപ്പിംഗ് ദാറ്റ് 18-year-old can do something, and from what I've seen അങ്ങേർക്ക് പറ്റും. അജിത്, അനൂപ് ചോദിക്കണമല്ലേ മാൻ ഓഫ് ദ മാച്ച് അജിത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂല്? Man of the match, in my opinion, I think Mendy would be my pick, but definitely Christensen is not a bad pick. The official pick adana. Christensen has definitely done everything he could, and any of the defenders, even Rudiger also has a very good shout for man of the match. പിന്നെ ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, നൗ വി ആർ അനദർ വേർഡ് ഫോർ ദ ഡേ സ്ക്വാഡ് ഡെപ്ത്. നമുക്കിപ്പോ റീസ് ജെയിംസ് വിൽ ബി അൺഅവൈലബിൾ ഫോർ 3 games. It's a direct red card. 3 games ആണ്, 2 games I think, 2 straight games he won't be there. Yeah, so because of that we will have to depend on Callum Hudson-Odoi or Azpilicueta for that right wing back position. So that ഒരു കാര്യം പറയാനുണ്ട്, there is a chance ജൂൾസ് കുണ്ടെ വരാണെന്നുണ്ടെങ്കിൽ ജൂൾസ് കുണ്ടെ can directly get into the team. നമ്മുടെ റൂമേഴ്സ് കുറച്ച് സ്ട്രോങ് ആയ സ്ഥിതിക്ക് ഞാൻ ഈ ഒരു പോയിന്റ് പറഞ്ഞതാണ്. അല്ല, ജൂൾസ് കുണ്ടയുടെ ഡീൽ ഇപ്പൊ ഇതുവരെ ഒന്നും റെഡി ആവാത്ത സ്ഥിതിക്ക് നല്ല കുറച്ച് ടെൻഷനായി വരുന്നുണ്ട്. ഇപ്പൊ ഡെഡ് ഡേയ്സ് in 2 days ഡീല് സെറ്റ് ആയില്ലെങ്കിൽ stick to the topic. Right. So now is the time for Callum Hudson-Odoi to step into the shoes if he gets the opportunity to play in ഒരു റൈറ്റ് വിങ് ബാക്ക് പൊസിഷനിൽ. കാരണം ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല, പെർഫോം ചെയ്യുന്നില്ല, കുറെ കംപ്ലൈന്റ്സ് ഉണ്ട് എല്ലാവർക്കും, ഫാൻസിനും ഉണ്ട്, കോച്ചിനും ഉണ്ട്, കോച്ചിങ് സ്റ്റാഫിന് എല്ലാവർക്കും ഉണ്ട്. സോ ഇപ്പോഴും ചോനെ ഉപയോഗിക്കാണ്ട് ആസ്പിനെ ഉപയോഗിക്കുകയാണെങ്കിൽ there could be some problem. പക്ഷേ Tuchel will be looking at the squad depth, and ഈ squad depth വെച്ചിട്ട് തന്നെയാണ് നമുക്ക് ടൈറ്റിൽ അടിക്കേണ്ടത്. So I am very positive that players in the squad who has not have enough chances, അവർക്ക് ഇപ്പോൾ ചാൻസ് കിട്ടും, and they have to take it by the scruff of the neck. Aspen, മാൻ ഓഫ് ദ മാച്ച് ആണോ? man of the match
നേരത്തെ ഒരു പോയിന്റ് കൂടെ പറയാനുണ്ടായിരുന്നു. ഓക്കെ, മാൻ ഓഫ് ദ മാച്ച് നമുക്ക് തുടങ്ങാം. ഈ ചെൽസി ഒബ്വിയസ്ലി മെൻഡി ഓർ ക്രിസ്റ്റൻസൺ ഫോർ മീ. പിന്നെ എന്നോട് ഫ്രാങ്ക് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഓരോ പ്ലെയറിന്റെ ആറ്റിറ്റ്യൂഡിനും ആ ഒരു കമ്പൈൻഡ് ടീം എഫോർട്ടിനും ഒരു മാൻ ഓഫ് ദ മാച്ച് കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നത്തെ ലിവർപൂളിന്റെ അറ്റാക്ക് വേവ് ആഫ്റ്റർ വേവ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഐ കുഡ് സി റിഫ്ലക്ഷൻ ഓഫ് ചെൽസി അറ്റാക്കിംഗ് ലാസ്റ്റ് സീസൺ അണ്ടർ ലാംപാർഡ്. അറ്റാക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ട് ഒന്നും ഇല്ല. ഐ എം നോട്ട് ക്രിട്ടിസൈസിങ് ലിവർപൂൾ. They did what they did best. ഞാൻ തുടക്കം പ്രീ മാച്ചിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, they are going to come all cylinders firing. പക്ഷെ ഇന്നത്തെ നമ്മുടെ റെസിലിയൻസിനുണ്ടല്ലോ, അതിന് മാൻ ഓഫ് ദ മാച്ച് അവാർഡ് കൊടുക്കണം. എഗെയിൻ പ്രീ മാച്ചിൽ തന്നെ പറഞ്ഞ പോലെ ഹാർവി എലിയട്ട് അടിപൊളി പെർഫോമൻസ്. സെക്കൻഡ് ഇൻ മൈ ഒപ്പീനിയൻ വിത്ത് പ്രോപ്പർ ഗ്രൂമിംഗ് നെക്സ്റ്റ് ബിഗ് തിങ്. ടോം ബാക്ക് 5 കളിച്ച ആർക്കും വേണേലും കൊടുത്തു കഴിഞ്ഞാലും ഞാൻ ഹാപ്പിയാണ്. പക്ഷെ ഒരാളെ പറയണമെങ്കിൽ റൂഡിഗർ. കാരണം ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഒക്കെ ചില ക്യാരക്ടേഴ്സിൽ നിന്നാണ് റേഡിയേറ്റ് ചെയ്യുന്നത്. ഒരു പ്ലെയറിനെ ബുള്ളി ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ ഓടിച്ചെന്ന എന്താടാന്ന് ചോദിക്കണ ഒരുത്തൻ നമ്മുടെ ടീമിൽ ഉണ്ടെങ്കിൽ അത് റൂഡിഗർ തന്നെയാണ്. അവിടെ നിന്നാണ് മേ ബി ഈ പറയുന്ന പോലെ ചെറുതായിട്ടൊന്ന് തണുത്ത് നിൽക്കുന്ന കായ് ഹാവേർട്സിന് വരെ ഒന്ന് പൊളിയുന്നത്. ഓക്കെ, ഐ നീഡ് ടു ഗിവ് സംതിങ് എൽസ് ദാറ്റ് ഐ ഡോണ്ട് ഹാവ്. അത് പുറത്ത് കൊണ്ടുവന്നാലേ ഈ കളിയിൽ നിന്ന് ചെൽസിക്ക് ഒരു പോയിന്റ് കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഉറവിടം റൂഡിഗറാണ്. ആ ഒരു റൂഡി എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന റൂഡിഗർ വാസ് വെരി ഇമ്പോർട്ടന്റ്. മൈ മാൻ ഓഫ് ദ മാച്ച് റൂഡിഗർ. Man of the match, Rudiger. Did you guys notice Jota's kick on Reece during that handball incident? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. മുട്ടുകാലിട്ടൊരു ചവിട്ട് കൊടുത്തിരുന്നു. പക്ഷെ അത് കൺസിഡർ ചെയ്യില്ല. ബിക്കോസ് ബൈ ദ ടൈം ഹാൻഡ്ബോൾ ഇൻസിഡന്റ് നടന്നപ്പോ പ്ലേ അവിടെ നിർത്തി. അത് കഴിഞ്ഞുള്ള ഇൻസിഡൻസ് കൺസിഡർ ചെയ്യില്ല. അതാണ് പ്രശ്നം. നല്ല എന്ന് പറഞ്ഞ ഒരു ഹൈ ഫുട്ട് ഓൺ ദ നീ ആയിരുന്നു. ആൻഡ് ഫോർച്ചുനേറ്റ്ലി അൺഫോർച്ചുനേറ്റ്ലി ആ ഇമ്പാക്ട് ഭയങ്കര കുറവായിരുന്നു. റീസ് ഡിഡ്ന്റ് ഗോ ഡൗൺ. ചിലപ്പോ താഴെ വീണ് ഉരുണ്ടായിരുന്നു വെച്ചെങ്കിൽ അത് വേറൊരു ഇൻസിഡന്റ് ആയി മാറിയാനേ വേണമെങ്കിൽ. ഞാൻ നേരത്തെ പറയാൻ വന്ന പോയിന്റ്, ജസ്റ്റ് കണ്ടിന്യൂഷൻ ടു വാട്ട് അക്ഷയ് ടോൾഡ്. ഒരു ഓഫ് ദ ഷോൾഡർ, ആകാശ് ടോൾഡ്, സോറി. ഞാൻ മാറ്റിപ്പിനെ ഗോമസ് എന്നും മാനേനെ സാനെ എന്നും. അല്ല, എല്ലാരും എക്സൈറ്റ്മെന്റില്ല. ഐ എം ബീങ് ഫ്രാങ്ക് ഹിയർ. ഐ ഡോണ്ട് തിങ്ക് ഒരു ചെൽസി ഫാൻ ഉണ്ടാവില്ല ഇന്നത്തെ റിസൾട്ട് കണ്ട് ത്രില്ലില് ഇരിക്കാത്തവര്. കാരണം ആൻഫീൽഡിലെ അറ്റ്മോസ്ഫിയർ എനിക്കവിടെ കേൾക്കാൻ പറ്റുമായിരുന്നു, ലിറ്ററലി ഓവർ ദ കമന്ററി. കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ആകാശ് പറഞ്ഞ പോലെ ഒരു ഓഫ് ദ ഷോൾഡർ കളിക്കാൻ പറ്റിയ ഒരു ഫോർവേഡും ഇല്ല. ഒരു പ്ലാൻ ബി പോലെ, ഫോർ എക്സാമ്പിൾ ഇന്ന് ചെൽസി ആ ഒരു ടർട്ടിൽ പോലെ അവിടെ നിന്ന് കഴിയുമ്പം ഒരു എന്താ പറയുന്ന ഒരു ട്രഡീഷണൽ അപ്രോച്ച് ഉണ്ടല്ലോ, ഗെറ്റ് ബിഗ് മെൻ ഇൻ ദ ബോക്സ് ആൻഡ് ഗെറ്റ് സം ബോൾ ഇൻ. അങ്ങനെ കളിക്കാൻ പറ്റിയ പ്ലേയേഴ്സ് ഇല്ല. ദ ഗോൾ സ്കോറേഴ്സ് യു ഡു ഹാവ്, രണ്ടും ഒരു തരം ഇൻവേർട്ടഡ് വിങ്ങേഴ്സ് ആണ്. ദേ ലൈക്ക് ഗെറ്റിംഗ് ബോൾ വൈഡ്, അത് കഴിഞ്ഞ് കട്ടിൻ ചെയ്ത് അടിക്കാൻ അവർക്ക് വളരെ ഇഷ്ടമുള്ള, വളരെ നന്നായിട്ട് ചെയ്യാനും അറിയാവുന്ന രണ്ട് പ്ലേയേഴ്സ്. ഐ ഡോണ്ട് തിങ്ക് ഐ നീഡ് ടു മെൻഷൻ ദെയർ നെയിം. പക്ഷെ ഈ പറഞ്ഞ പോലെ ആ ബോക്സിന്റെ എഡ്ജിൽ വെച്ച് ബോൾ റിസീവ് ചെയ്യാനുള്ള ഇൻസൈഡ് ഫോർവേഡുകളോ ഒരു ട്രഡീഷണൽ സെന്റർ ഫോർവേഡോ ലിവർപൂളിൽ ഇല്ല. അതൊരു കുറവായിട്ട് ഞാൻ ഇപ്പോഴും കാണുന്നു. കാരണം ഈ ഒരു പ്രീമിയർ ലീഗിൽ ഇപ്പൊ പിടിച്ചു നിൽക്കാനായിട്ട് ചെൽസിക്ക് വേണ്ടി വന്നത് ലുക്കാക്കുവാണ്. യു സോ ഇൻ ടുഡേസ് ഗെയിം, യു സോ ഇൻ ലാസ്റ്റ് ഡേസ് ഗെയിം, ഒരു വലിയ ഡിഫറൻസ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ആ ഡിഫറൻസ് ഇനിയും കൂടി വരുവേ ഉള്ളൂ. ആൻഡ് ഐ എം എക്സ്പെക്ടിങ് ദാറ്റ് ടു ഹാപ്പൻ. റൊണാൾഡോനെ ചാടി കയറി യുണൈറ്റഡ് വാങ്ങിയതും കണ്ടു. അതിന്റെ കഥകൾ നമുക്ക് ഒരുപാട് പറയാൻ പറ്റും. ബട്ട് ഇറ്റ് ഈസ് ഓബ്വിയസ് ദേ നീഡഡ് ആൻ ഔട്ട്സ്റ്റാൻഡിങ് സെന്റർ ഫോർവേഡ്. സിറ്റി എത്രത്തോളം ഫ്രണ്ടിലോട്ട് പോകുന്നു ഇനി കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇതുപോലെ ഒരു പ്ലാൻ ബി ഇല്ലാത്ത ടീമുകൾ എത്രത്തോളം ഫ്രണ്ടിൽ പോകും, എത്രത്തോളം അവർക്ക് പൊസിഷൻ മാത്രം ബേസ് ചെയ്ത് ഡോമിനൻസ് ബേസ് ചെയ്ത് കളിക്കാൻ പറ്റും. സോ സം ടീം ഓർ ദി അതർ സീസൺ പുരോഗമിക്കുമ്പോൾ ഫിഗർ ഔട്ട് ചെയ്യും. അപ്പൊ ആ സെക്കൻഡ് ഓപ്ഷൻ ഇപ്പൊ ചെൽസിക്ക് ഉണ്ട്. സോ ദർ കംസ് ദ എന്താ പറയാ പ്ലാൻ ബി, അഥവാ സ്ക്വാഡ് ഡെപ്തിന്റെ ഒരു പോയിന്റ്. സോ ലിവർപൂൾ ഈസ് ലാക്കിംഗ് ദാറ്റ് ഓൾസോ. സോ ഇതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ again we are going to see Liverpool back in top of Europe's top 5, top 6 teams. അത് മാത്രമല്ല, I mean, just to add to that point, just 2 or 3 days ago I was looking at Arsenal's team and wondering why they're struggling so badly. അവരുടെ പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ they've got inexperienced players in important positions who have been given big responsibilities. And you look at Chelsea and Rambly, Chelsea have got so many good players out on loan. Even in today's second kickoff,
Crystal Palace-le midfielder Conor Gallagher. Such a good player, and he's playing out on loan, and he can come in and do such a good job. Last year, Avasana Apo, Billy Gilmore's getting in the mood. He goes to the Euros, plays a couple of good games, and you think, wow, we've got such a big asset. But what's happened now? Chelsea's realized that he needs more game time. That's Arsenal cheyunnilla. And Liverpool, adalla prashnam. Their first team is really, really good. I'm not complaining about the options we have on the pitch. But benchilekku nokkiya, your options are not that great. You have an Origi who doesn't play as much, who's not consistent. You have Minamino who's not been able to prove himself. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളാണ് ലിവർപൂളിനുള്ളത്. And Chelsea do not have those problems. United do not have those problems. If United have a problem in attack, they can pull on a Cavani. Now, even Ronaldo at 36 years of age, even if he's 50% of what he was when in his prime, he's still a better player than most of the other options any other team has. And he can come off the bench, he can start. Our options in Liverpool illa, and that's really going to hurt us this season, next season. I'm just going to cut you short. ഒരുപാട് മലയാളം റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. Sorry. കേരളത്തിൽ നിന്നാണോ അതോ എവിടെയാണ്? ഇല്ല, ഞാൻ കേരളത്തിൽ നിന്ന് തന്നെയാണ്. പക്ഷെ എന്റെ മലയാളം ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും പ്രശ്നമാണ്. അതാണ് കാരണം. വേറൊരു കാര്യമുണ്ട്. ഞാനും ഇത് ഒരുപാട് പേരുടെ അടുത്ത് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മലയാളം സംസാരിച്ച ഫൈനാ. ഞാൻ പഠിച്ചത് ICSE സിലബസാ. ഞാൻ കാര്യമായിട്ട് പറയണേ, ഞാൻ പഠിക്കുന്ന സമയത്ത് മലയാളം സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ ഫൈനാ. നമ്മൾ 5 രൂപ 2 രൂപയൊക്കെ കൊടുക്കണം. 2 രൂപ 5 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാശാണ്. കട്ട്ലറ്റും സിപ്പപ്പും ഒക്കെ മേടിക്കാനുള്ള കാശും. അവിടെ നിന്ന് ഒന്നാമത് മലയാളം സംസാരിക്കുകയാണ്. പിന്നെ ഞാൻ പഠിച്ച സ്കൂളിൽ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോറിനിൽ നിന്ന് കുറെ ആൾക്കാരൊക്കെ വരുമായിരുന്നു. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അവരുടെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിക്കണം. പിന്നെ കോർപ്പറേറ്റ് വേൾഡിൽ കയറിയപ്പോ ഇവിടെ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ കോർപ്പറേറ്റ് വേൾഡിൽ. ഈ മലയാളം എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല. അപ്പോ നമ്മുടെ ഈ ചർച്ച നടന്നു വരുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഇത്രയും മലയാളം പറയണത് ഇവിടെ ആദ്യമായിട്ട് പറയുന്നത് ഏറ്റവും കൂടുതലാണ്. അല്ലാണ്ട് മനഃപൂർവ്വം നമ്മള് മലയാളികൾ ഇംഗ്ലീഷ് ആക്കി ഇതൊരു സൈപ്പ് ചാനലാക്കാനുള്ള ഒരു ശ്രമമല്ല. ശ്രീരാം പറയുന്നത് സ്റ്റേറ്റ് സിലബസ് ഇയർ, അത് നിങ്ങൾക്ക് അത് പഠിച്ചതുകൊണ്ട് ഒരു ഗുണമുണ്ട്. എനിക്ക് വിഷമമുണ്ട് അത് പഠിക്കാത്തതിന്റെ. തീർച്ചയായും എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുന്നു ഹൂഎവർ സെന്റിമെന്റ്സ്. ഐ അണ്ടർസ്റ്റാൻഡ്. ചില ആൾക്കാർ ഇത് കാണുന്നത് ബിക്കോസ് അവർ മലയാളത്തിലായത് കൊണ്ടാണ്. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഇൻ ദ ഫ്യൂച്ചർ ഐ കെൻ മലയാളം എന്റെ ആയി വരുന്നതാണ്. ഞാൻ സംസാരിച്ച് പകുതി എത്തുമ്പോഴാണ് എൻ്റെ ഇംഗ്ലീഷ് ആവുന്നത്. പിന്നെ ഞാനത് നോട്ടീസ് ചെയ്യാറില്ല. സോ സോറി ടു ഓൾ ദ വ്യൂവേഴ്സ് ഹു വാണ്ട് ഇറ്റ് ഇൻ മലയാളം. ഹോപ്പ്ഫുള്ളി മുന്നോട്ട് പോകുമ്പോൾ എന്റെ കൂടുതലും മലയാളം ആയിരിക്കും. കഷ്ടപ്പെടുന്നു. അതെ. അല്ല, എല്ലാവരുടെ അവസ്ഥ ഇതാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആകാശ്, എല്ലാവരുടെ അവസ്ഥ തന്നെയാണ്. അതെ. അല്ലാണ്ട് മനഃപൂർവ്വം അല്ല. പിന്നെ നമ്മള് ഞാൻ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇത്ര നേരം പറയരുതെന്ന് വിചാരിച്ചിരിക്കണ ഒരു കാര്യം ഓർമ്മ. ഈ ഇത്ര കഷ്ടപ്പെട്ട് കമന്റ് ഒക്കെ സായിപ്പിന് ജനിച്ചവനാണോ എന്നൊക്കെ ചോദിച്ച് കമന്റ് ചെയ്യണവന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ പ്രീമിയർ ലീഗ് കാണുന്നത് ഏത് ഭാഷയിലാണ്? കാരണം എൻ്റെ അറിവിൽ ഈ സീസണിലാണ് റെഗുലർ ആയിട്ട് മലയാളം കമന്ററി പ്രീമിയർ ലീഗ് ചെയ്തു തുടങ്ങിയത്, സ്റ്റാർ സ്പോർട്സ് 3-ൽ. അപ്പൊ അതൊന്ന് പറയുകയാണെങ്കിൽ ഉപകാരമായിരുന്നു. കാരണം ഞങ്ങൾക്കും കാണാം, പഠിക്കാം, കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ട് മലയാളം സംസാരിക്കാം. അഗൈൻ നമ്മുടെ മദർ ടങ്ങിനെ പുച്ഛിക്കുന്നതല്ല. ഇറ്റ്സ് ജസ്റ്റ് സംടൈംസ് ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ് നാച്ചുറലി. അത് എത്ര പിടിച്ചു വെച്ചാലും ഞാനാണേലും ആസ്പിനാണേലും അജിത്താണേലും SK ആണേലും ആകാശാണേലും ഇറ്റ് ഹാപ്പൻസ്. അപ്പൊ വേറൊരു പ്രശ്നം എന്താ അറിയോ, ടോപ്പിക് മാറില്ല. വേറെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ഫുൾ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിലാണ്. ഗവൺമെന്റ് ഓഫീസുകളിൽ പോലും ഇംഗ്ലീഷിലാണ് അവര് ഫോംസ് വരുന്നത് പൂരിപ്പിക്കാനായിട്ട്. ചില വില്ലേജിലൊക്കെ പോയി ചിലപ്പോൾ മലയാളത്തിലാണ്. അപ്പോ അതാണ് വേറൊരു പ്രശ്നം. കളി കാണാൻ ലാംഗ്വേജ് വേണമെന്ന് പ്രജീഷ് പറയണു. Let's get back to that topic. Agash, what is your realistic expectation for this season after today's performance? Top 4. എനിക്ക് അതിൽ കൂടുതൽ എക്സ്പെക്ടേഷൻ ഇല്ല. ടോപ്പ് 4 കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബിക്കോസ് ഇനിയിപ്പോ യുണൈറ്റഡ് കുറെ നല്ല പ്ലേയേഴ്സിനെ സൈൻ ചെയ്തിട്ടുണ്ട് ഇൻ ഡിഫൻസ്, ഇൻ അറ്റാക്ക്, ഇൻ മിഡ്ഫീൽഡ്. ആൻഡ് ചെൽസിയുടെ സ്ക്വാഡ് ഡെപ്ത് തന്നെ കണ്ട, ദിസ് ഇസ് എ ടീം ദാറ്റ്സ് നോട്ട് ഗോണ കൺസീഡ് എ ഗോൾ അഗൈൻസ്റ്റ് കുറെ ടീംസ്. ഇറ്റ്സ് ലോട്ട് ഓഫ് ഗെയിംസ് 2-0 3-0 ഒക്കെ തീരാൻ പോണ ടീമാണിത്. ബിക്കോസ് ലിവർപൂളിനെ 45 മിനിറ്റ്സ് പിടിച്ചു നിൽക്കാമെങ്കിൽ, 10 പേരായിട്ട് പിടിച്ചു നിൽക്കാമെങ്കിൽ കുറെ ക്ലീൻ ഷീറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ടീമാണ്. ആൻഡ്
many other teams are good. Tottenham Kane വിട്ടു കൊടുത്തിട്ടില്ല. So Tottenham can also mount a charge. City have signed all these players. So top 4 is not a realistic expectation also എന്ന് പറയാം. Top 4 ബുദ്ധിമുട്ടും. And hopefully maybe എവിടെയെങ്കിലും ചാമ്പ്യൻസ് ലീഗ് അല്ലെങ്കിൽ എവിടെയെങ്കിലും maybe go on and put on a show അത്രേ ഉള്ളൂ. I don't think Liverpool ഈ വർഷം ഒരു ട്രോഫി എടുക്കും. ഇന്നത്തെ കളിയോടെ ഇനി വരാൻ പോകുന്ന ടീമുകൾ സിറ്റി, യുണൈറ്റഡിനെയൊക്കെ നമുക്ക് കട്ടയ്ക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട് കേട്ടോ. ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ കളി ഇതിനു മുന്നത്തെ കളി എല്ലാത്തിലും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമായ ഒരു ആറ്റിറ്റ്യൂഡ് ഡിഫറൻസ് ആണ്. അത് ഇന്ന് ആക്ച്വലി കുറച്ചും കൂടി അധികം കണ്ടു. ബിക്കോസ് ജയിക്കുമ്പോൾ മാത്രമല്ല, ഒരു അഡ്വേഴ്സിറ്റി ഫേസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ലീഡേഴ്സ് പ്രത്യക്ഷപ്പെടുന്നത്, പിച്ചിൽ ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. ഐ തിങ്ക് കഴിഞ്ഞ സീസണിൽ നമ്മൾ അത്ലറ്റിക്കോ മെഡ്രിഡായിട്ട് ഡ്രോ വന്നപ്പോൾ ഡിയേഗോ സിമിയോണി ഒരു ഡയലോഗ് അടിച്ചിരുന്നു. ആ സമയത്ത് നമ്മൾ നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലാംപാർഡിന്റെ അണ്ടറിൽ. ഡിയേഗോ സിമിയോണി പറഞ്ഞൊരു ഡയലോഗ്, ചെൽസിക്ക് എന്താ പറയാ, ഒരു അവർക്ക് കമ്മിങ് ഫ്രം ബിഹൈൻഡ് ഇതുവരെ അവരിപ്പോഴും അവരുടെ കംഫർട്ട് സ്റ്റേഷനിൽ നിന്ന് വിട്ടിട്ടില്ല. അവരെപ്പോഴും ഒരു പ്രിവിലേജ് പൊസിഷനിലാണ്. അപ്പൊ അതിനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളത് അവർക്ക് അറിയില്ല എന്ന് സിമിയോണി പറഞ്ഞു. പൊട്ടിച്ച് വീട്ടിൽ വിട്ടു. അതേപോലത്തെ ഒരു എക്സാമ്പിളാണ് ഇപ്പോഴും പറഞ്ഞത്. ഹാഫ് ടൈമിൽ ലീഡ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും നമ്മളുടെ ഡിഫൻഡറിന് റെഡ് കാർഡ് കിട്ടുന്നു, അവർക്ക് പെനൽറ്റി കിട്ടുന്നു, അത് അവർ സ്കോർ ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന കുറെ കോലാഹലങ്ങളുടെ ഇടയിൽ നമ്മുടെ വേറൊരു ഡിഫൻഡറിന് യെല്ലോ കാർഡ് കിട്ടുന്നു. കംപ്ലീറ്റ്ലി നമുക്കെതിരെ. പക്ഷെ എന്നാലും ആൻഡ് ഇറ്റ് വാസ് വെരി ഈസി ടു ലൂസ് അവർ ഹെഡ്സ് ആസ് ഫാൻസ്. നമ്മൾ വീട്ടിലിരുന്ന് എജിറ്റേറ്റഡ് ആയി. അപ്പൊ പിച്ചിൽ ഇറങ്ങി കളിക്കുന്ന ആൾക്കാർ എത്ര പെട്ടെന്നായിരിക്കും അവരുടെ കോള് വിടുന്നതെന്നുള്ളത് നമുക്ക് ഊഹിക്കാം. പക്ഷെ അതൊന്നും സംഭവിക്കാതെ എല്ലാവരും കറക്റ്റായിട്ട് ഡീൽ ചെയ്യേണ്ട രീതിയിൽ ഡീൽ ചെയ്തു. ആൻഡ് വി എസ്കേപ്ഡ് ആൻഫീൽഡ് വിത്ത് എ പോയിന്റ്. സോ എന്തുകൊണ്ടും നമ്മൾക്ക് ഈ ഒരു സീസണിൽ നല്ല രീതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റും ഫോർ ഷുവർ. സേ സംതിങ് അബൌട്ട് യുണൈറ്റഡിനെ കുറിച്ചൊന്നും പറയാനില്ല. നമ്മളിപ്പോ യുണൈറ്റഡിനെ ഇപ്പോഴും എന്തായാലും ഫേസ് ചെയ്യുന്നില്ല. ഫേസ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് പറയാം. യെസ് ആസ്പിൻ, സംതിങ് അബൌട്ട് യുണൈറ്റഡ്. അല്ല, സേ സംതിങ് അബൌട്ട് യുണൈറ്റഡ് എന്നല്ല പറഞ്ഞേ. സോറി ഫാൻസ്, ഇത് വേണമെങ്കിൽ ചീത്ത പറഞ്ഞു, കുഴപ്പമില്ല. ഒന്നുമില്ല. യുണൈറ്റഡ് ആയിട്ടുള്ള മത്സരം വരട്ടെ. മത്സരം വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ദ ട്രാൻസ്ഫർ സാഗ ഓഫ് റൊണാൾഡോ അതൊരു ഒന്നൊന്ന് സാഗ തന്നെ, ഇത് പറയാതിരിക്കാൻ പറ്റില്ല. എനിവേ, ഗ്രേറ്റ് ഗെയിം. ഇനി വരാൻ പോകുന്ന മത്സരങ്ങൾ വളരെ ഉഷാറായിട്ടിരിക്കട്ടെ. 29 FPL പോയിന്റ്സോടെ ഇങ്ങനെ മുന്നേറി കുതിക്കി പുറകിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അങ്ങനെ അമല് പറയുന്ന പോലെ, അമല് ഫുട്ബോൾ കാണുന്നത് അറബിക് കമന്ററി എന്നാണ്. പാവം അമല് ഫുട്ബോൾ. What did you guys make of Ronaldo's transfer? എനിക്ക് തോന്നുന്നു like City were in the race at some point, പക്ഷേ I never thought he would do something like that, you know, when a club has been waiting for him to come back. ഇപ്പൊ അതിലേക്ക് പോയി കഴിഞ്ഞാൽ പണി കിട്ടും കേട്ടോ. നമ്മള് പിന്നെ നമ്മളിതുവരെ സംസാരിക്കും, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ട്രാൻസ്ഫറിന് ഒരു ക്ലോസിംഗ് വീഡിയോ ചെയ്യണം, സ്ട്രീം ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം എന്താവും സ്ഥിതി എന്നുള്ളത്. പക്ഷെ ഓവറോൾ ചെൽസിനെ സംബന്ധിച്ച് ചെൽസി ഫാൻസ് എക്സ്ട്രീംലി ഹാപ്പി ആയിരിക്കണം ഇന്നത്തെ സ്ഥിതിയിൽ, എസ്പെഷ്യലി ആഫ്റ്റർ ദാറ്റ് ഡിസിഷൻ. 50-50. ഒരുപാട് പേര് റെഡ് കാർഡ് പറയുന്നു, ഒരുപാട് പേര് നോട്ട് റെഡ് കാർഡ് പറയുന്നു. പക്ഷേ ഈ ഒരു ഡിഫൻസീവ് പെർഫോമൻസിന് ബ്രില്യൻറ്റ് കുഡോസ് ടു ചെൽസി. ഈ ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് ഇനി അടുത്ത ഇത് പോകാൻ രസമായിരിക്കും. എനിവേ, താങ്ക്സ് ആകാശ്, താങ്ക്സ് ജോയിൻ ചെയ്തതിന്. ലേറ്റ് നൈറ്റ് 1 മണിയായി. ഇനി വെളുപ്പിനെ രാവിലെ എനിക്ക് വേണ്ടിയിട്ട് ഫുട്ബോൾ കളിക്കാൻ പോകണം. അപ്പോ ശരി, ഞാൻ അവിടെ പോയിട്ട് ഒരു ജോർജിനിയോ ലെവൽ പെർഫോമൻസ്. ബൈ ദ വേ, നിങ്ങൾ രണ്ടുപേരും ബാംഗ്ലൂർകാരാട്ടോ, പരിചയപ്പെട്ടോ? ആര്? ബാംഗ്ലൂരാണോ ആകാശ്? അതെ അതെ, അത് ശരി, നമുക്ക് പരിചയപ്പെടാം. ഡെഫിനറ്റ്ലി. Absolutely. Status World, hello. Which day is the week analyzing? ബുധനാഴ്ച ക്വസ്റ്റൻ ആൻസർ വിത്ത് SK. തിങ്കളാഴ്ച രാത്രി 10 മണിക്ക് ബാലുവിന്റെ കൂടെ പ്രീമിയർ ലീഗ് വീക്ക് റിവ്യൂ, അങ്ങനത്തെ ഉള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് കാണാം ഡെഫിനറ്റ്ലി. അപ്പോൾ താങ്ക് യു സോ മച്ച് എവ്രി വൺ. രാത്രി 1 മണിയായി. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഹാറ്റ്സ് ഓഫ്, യാതൊരു സംശയവുമില്ല. ഇത്ര നേരം ക്ഷമയോടെ കണ്ടുകൊണ്ടിരുന്നത്, ഹാറ്റ്സ് ഓഫ്. താങ്ക് യു സോ മച്ച് ഗൈസ്. ടേക്ക് കെയർ. ബൈ ബൈ.
from Cheers, Chelsea. guys. Good night. Bye Good bye. night.